സന്ദർഭവും എന്തുകൊണ്ടാണ് ഇപ്രകാരം ജനങ്ങളെ ഒന്നു ചേർത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു വലിയ പ്രാധാന്യത എല്ലാ കാലഘട്ടത്തിലുമുണ്ട് എങ്കിലും ഇപ്പോ പ്രത്യേകിച്ചും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇപ്രകാരം ഒരു സന്ദേശവുമായി പൊതുജനത്തിലേക്ക് കടന്നു വരാനും ചില പ്രത്യേക കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില പോസ്റ്ററുകളും ചില പ്രസ്താവനകളും ഒക്കെ അടുത്ത കാലത്തായി കടന്നു വരുന്നത് നാം ഓരോരുത്തരും അറിയുന്നതാണ്. ഇസ്ലാമിന്റെ മഹത്വവും മൂല്യങ്ങളും അടുത്തറിഞ്ഞ് ഇസ്ലാമിലേക്ക് വളരെ കൂടുതൽ ആളുകൾ അടുക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് വളരെ അങ്ങേയറ്റം സംവേദനക്ഷമതയോടുകൂടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ചൈത്രയാത്രയ്ക്ക് തടയിടാൻ ആശയപരമായും ആദർശപരമായും യാതൊന്നും മുന്നോട്ട് വെക്കാൻ കെൽപ്പില്ലാതെ പോയ, അല്ലെങ്കിൽ അറിവില്ലാതെ പോയ ഒരു വിഭാഗം പമ്പര വിഡ്ഢികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെതിരെ ജാഗ്രത പുലർത്തുക എന്ന അർത്ഥത്തിൽ ചില പോസ്റ്ററുകളും ലഘുലേഖകളും കുപ്രചരണങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടു പോയ ഏതെങ്കിലും ചില സഹോദരങ്ങളുണ്ട് എങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ മാറുന്നതിലും അതിലുമൊക്കെ അപ്പുറം ഏകനായ ഇലാഹിനെ അറിഞ്ഞുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ ഇസ്ലാം എന്ന സത്യ മാർഗത്തെ അടുത്തറിഞ്ഞ മുസ്ലിമുകളുടെ കർത്തവ്യവും കടമയും എന്ന നിലയിലും ആ ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ലാത്ത ഓരോരുത്തരുടേക്കും ഇസ്ലാമിനെ അറിയിക്കേണ്ടുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടും കൂടിയാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലും പ്രവർത്തകരും പൊതുസമൂഹത്തിനിടയിലേക്ക് ഇസ്ലാം അറിയുക, അടുക്കുക എന്ന സന്ദേശവുമായി കടന്നു വരുന്നത്. പൊതുവെ ഇന്ന് ഇസ്ലാമിനെതിരെ ശബ്ദമുയരുമ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിനുവേണ്ടി പ്രത്യേകമായി കുൽസിത ശ്രമങ്ങൾ നടത്തി പല വിഭാഗങ്ങൾ കടന്നു വരുമ്പോഴും സത്യത്തിൽ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്നതുണ്ട്, ഇസ്ലാമിനെതിരെ നൽകപ്പെടുന്ന ഈ സന്ദേശങ്ങളൊക്കെയും മാനവ സമൂഹത്തിനെതിരെയുള്ള സന്ദേശങ്ങളാണ് എന്ന യാഥാർത്ഥ്യബോധം എന്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടുന്നതുണ്ട്. കാരണം ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളെയാണ് എതിർക്കുന്നതെങ്കിൽ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രവാചകരെയാണ് എതിർക്കുന്നതെങ്കിൽ, ഇസ്ലാമിക ജീവിതം എന്ത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന ഖുർആനിനെയാണ് എതിർക്കുന്നതെങ്കിൽ നാം തിരിച്ചറിയുക, ഇത് കേവലം ചില മുസ്ലിമുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല. കാരണം ഇസ്ലാം മുസ്ലിമുകളുടെ മാത്രമല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ അമുസ്ലിം സഹോദരി സഹോദരന്മാരോടും കൂടി തിരിച്ചറിയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാം മുസ്ലിമുകൾക്ക് മാത്രമുള്ളതല്ല. അല്ലാഹു എന്ന പേരിൽ മുസ്ലിമുകൾ വിളിക്കുന്ന സർവേശ്വരനായ, സർവലോക സംരക്ഷകനായ, പരിപാലകനായ, ജഗന്നിയന്താവായ ഒരു മഹാശക്തിയുണ്ട് എങ്കിൽ ആ അല്ലാഹു എന്ന് മുസ്ലിമുകൾ വിളിക്കുന്ന സർവേശ്വരനായ തമ്പുരാൻ മുസ്ലിമുകളുടെ മാത്രം ദൈവമെന്നല്ല. തൊപ്പിയിട്ടവന്റെയും ദാടി വളർത്തിയവന്റെയും ഹജ്ജ് ചെയ്യുന്നവന്റെയും മാത്രം ഒരു ദൈവമായിട്ടല്ല ഇസ്ലാം അല്ലാഹു എന്ന ശക്തിയെ പരിചയപ്പെടുത്തുന്നത്. അന്ത്യപ്രവാചകനായ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകരെ ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ കേവലം മുസ്ലിമുകളുടെ ആത്മീയ നേതാവായി, മുസ്ലിമുകൾക്ക് ഏതെങ്കിലും ചില കർമ്മങ്ങളോ വിശ്വാസങ്ങളോ പഠിപ്പിക്കുവാനായി അയക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിലല്ല പ്രവാചകനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ
വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുമ്പോൾ മുസ്ലിമുകളുടെ വിജയത്തിന് വേണ്ടിയും മുസ്ലിമുകൾക്ക് സന്മാർഗം പകരുന്നതിന് വേണ്ടിയും മാത്രം ദൈവത്തിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന നിലയിലല്ല വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാം പഠിപ്പിക്കുന്നതും ഇസ്ലാം മനസ്സിലാക്കി തരുന്നതും. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടുന്നത്. കൃത്യം 5 നേരം നിസ്കരിക്കുന്ന, വിശുദ്ധമായ റമളാനിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സൗകര്യമുള്ളതിന്റെ പേരിൽ കൃത്യമായി ഹജ്ജ് നിർവഹിക്കുന്ന, നാം ഇന്ന് പ്രകടമായ ഒരു മുസ്ലിമിനുണ്ടായേക്കേണ്ട സർവ്വകാര്യങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു മുസ്ലിം എന്ന് നാം കരുതുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കരുതുകയാണ്, അദ്ദേഹം വിശ്വസിക്കുകയാണ്, അല്ലാഹു എന്നാൽ മുസ്ലിമുകളുടെ ദൈവമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാൽ മുസ്ലിമുകളുടെ പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ എന്നാൽ മുസ്ലിമുകളുടെ വേദഗ്രന്ഥമാണ്. ഇന്ന് 5 നേരം കൃത്യമായി നിസ്കാരമുള്ള, നോമ്പ് പിടിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന ഭാഗ്യമായ ഒരു മുസ്ലിമിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എല്ലാം ഒത്തുണങ്ങിയെന്ന് നാം കരുതുന്ന ഒരാൾ വിശ്വസിച്ചു പോയാൽ അയാൾ പോലും ഇസ്ലാമിനെ പരിപൂർണമായും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അല്ലാഹു എന്നുള്ളത് മുസ്ലിമുകളുടെ മാത്രം ദൈവമല്ല, മുസ്ലിമുകളെ സൃഷ്ടിച്ച ദൈവമല്ല അല്ലാഹു, മുസ്ലിമുകളെ സംരക്ഷിക്കുന്ന ദൈവമല്ല അല്ലാഹു, മുസ്ലിമുകളെ പരിപാലിക്കുന്ന ദൈവമല്ല അല്ലാഹു. വിശുദ്ധമായ ഖുർആൻ നാം ഒന്ന് തുറന്നു നോക്കിയാൽ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ അധ്യായമുണ്ട് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ പ്രാരംഭ പ്രാർത്ഥനയായ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്ത് വെച്ചുകൊണ്ട് തനിക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും സർവ്വ ചരാചരങ്ങൾക്കും കരുണ ചെയ്യുന്ന അല്ലാഹു, എന്നാൽ അങ്ങ് പാരത്രിക ലോകത്ത് തന്നെ വഴിപ്പെട്ടവർക്കും മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹു, ആ അല്ലാഹുവിന്റെ നാമത്തിൽ പ്രാരംഭം കുറിക്കുന്ന ഖുർആൻ. ശേഷം ഖുർആൻ പരിചയപ്പെടുത്തുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ആരാണ് അല്ലാഹു? ഖുർആൻ പറയുന്നത് മുസ്ലിമുകളുടെ ദൈവമായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നല്ല, നിസ്കരിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നല്ല, നോമ്പ് പിടിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നല്ല. പിന്നെയോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും പരിപാലകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. മുസ്ലിമുകളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഹിന്ദു സഹോദരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ക്രൈസ്തവ സഹോദരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മതമുള്ളവനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മതമില്ലാത്തവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മിതവാദിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, വർഗീയവാദിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. മുസ്ലിമുകളുടെ മാത്രം ദൈവമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹു എന്ന ദൈവത്തെ, ഒരു ഈശ്വരനെ, ഒരു ശക്തിയെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അല്ലാഹു എന്ന ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആ ശക്തി, ആ ആരാധനയ്ക്ക് അർഹതയുള്ള ആ ദൈവം ആരാണ് എന്നറിയാൻ ഈ നാട്ടിലെ സർവ്വജനങ്ങൾക്കും അവകാശമുണ്ട്, അറിയേണ്ടുന്നതുമുണ്ട്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ ആ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. പ്രവാചകരെ, നാം താങ്കളെ അയച്ചിട്ടില്ല, പ്രവാചകത്വം നൽകി, സത്യസന്ദേശം നൽകി, ദിവ്യദൂതുമായി താങ്കളെ ഭൂമി ലോകത്തേക്ക് അയച്ചത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, ലോകത്തുള്ള സർവ്വകോടി മനുഷ്യ മക്കൾക്കും സുവിശേഷകരായും മുന്നറിയിപ്പുകാരനുമായിട്ടാണ് പ്രവാചകരെ താങ്കളെ ലോകത്തേക്ക് അയച്ചത്. അതെ, ഈ ലോകത്തുള്ള മുസൽമാനും വഴികാട്ടിയാണ് പ്രവാചകർ, ഹൈന്ദവനും വഴികാട്ടിയാണ് പ്രവാചകർ, ക്രൈസ്തവനും വഴികാട്ടിയാണ് പ്രവാചകർ, സർവ്വ മനുഷ്യർക്കും വഴികാട്ടിയാണ് പ്രവാചകർ. ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവാചകൻ എന്ന വിശ്വാസവും ആ പ്രവാചകത്വവും സർവ്വ ലോകത്തുള്ള മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ പ്രവാചകരെ പറ്റി അറിയേണ്ടുന്നത്
ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ബാധ്യതയാണ്, സർവ്വ മനുഷ്യരുടെയും കടമയും ആവശ്യവുമാണ്. അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ അറിയേണ്ടുന്നത്, ആ വിശുദ്ധമായ ഖുർആൻ പഠിക്കേണ്ടത് കേവലം മുസ്ലിമുകൾ മാത്രമല്ല. ഖുർആനിന്റെ അവകാശികൾ കേവലം മുസ്ലിമുകൾ മാത്രമല്ല. ഖുർആനിന്റെ വാഹകരെന്ന് പറയപ്പെടേണ്ടത് കേവലം മുസ്ലിമുകൾ മാത്രമല്ല. പിന്നെയോ ഖുർആൻ തന്നെ പറയുന്നു, എന്താണ് ഖുർആൻ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ എന്ന മാസത്തിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്, സർവ്വ ജനങ്ങൾക്കും സന്മാർഗമാണ് ഖുർആൻ. ജനങ്ങൾ എന്ന പദമാണ്, ജനങ്ങൾ എന്ന പദമാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മുസ്ലിമുകൾക്ക് എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല, സർവ്വജനങ്ങൾക്കും വേണ്ടിയുള്ള ഖുർആൻ. ഈ ഒരു സന്ദേശവുമായിട്ടാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നതും ആ ഒരു സന്ദേശവുമായിട്ടാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നിങ്ങൾക്കിടയിലേക്ക് വരുന്നതും. അതെ, നാം ഓരോരുത്തരും അറിയണം, നാം ഓരോരുത്തരും അടുക്കണം, നാം ഓരോരുത്തരും മനസ്സിലാക്കണം. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശ്വരനായ അല്ലാഹ് ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും സന്മാർഗത്തിലേക്ക് വഴികാട്ടാമെന്ന അന്ത്യദൂതൻ പ്രിയപ്പെട്ട പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വജനങ്ങൾക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പാത കാട്ടാൻ വേണ്ടി ദൈവം തമ്പുരാനിൽ നിന്നും അവതീർണമായ വിശുദ്ധമായ ഖുർആൻ ഇത് സർവ്വജനങ്ങളുടേതുമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി സർവ്വജനങ്ങളും അറിയേണ്ടുന്നതുണ്ട്, അടുക്കേണ്ടുന്നതുണ്ട്. സഹോദരങ്ങളെ, അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മിൽപ്പെട്ട പലർക്കും തെറ്റുകൾ സംഭവിച്ചു പോകുന്നത്. നാം ഒന്ന് ചിന്തിക്കണം. നാം ധരിക്കുന്ന ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാന്റ് എടുക്കാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തുണി എടുക്കാൻ നാം ഒന്നറിയണം, തലശ്ശേരിയുടെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പല കടകളിൽ നമ്മൾ കയറി ഇറങ്ങാറുണ്ട്. നമുക്ക് വേണ്ടി ഒരു വസ്ത്രം എടുക്കാൻ, ആ വസ്ത്രം തിരഞ്ഞെടുക്കാൻ, ശരീരത്തിന് സൗന്ദര്യം പകരുന്ന, സംരക്ഷണം പകരുന്ന ഒരു വസ്ത്രം തിരഞ്ഞെടുക്കാൻ അതേ ഒന്നിൽ കൂടുതൽ കടകളിലേക്ക് കയറാറുണ്ട്. ആ കടകളിലേക്ക് കയറി അവിടെ നാം നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എടുത്തിടാറുണ്ട്. ഓരോന്നും വ്യക്തമായി പരിശോധിക്കാറുണ്ട്. ഒരുപാട് തവണ പരിശോധിച്ച് പഠനം നടത്തി നമുക്കിണങ്ങുന്ന ഒരു വസ്ത്രം നാം തെരഞ്ഞെടുക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നാം എടുക്കുവിൻ. ഒരു മൊബൈൽ വേണമെങ്കിൽ, ഒരു വാഹനം വേണമെങ്കിൽ, ഒരു പേര് വേണമെങ്കിൽ, ഒരു പെൻസിൽ വേണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ എഴുതി പഠിക്കാൻ ഒരു നോട്ട് ബുക്ക് വേണമെങ്കിൽ പോലും ഏതാണ് നല്ല നോട്ട് ബുക്ക്, അധികകാലം നിലനിൽക്കുന്ന, പെട്ടെന്ന് കീറിപ്പോകാത്ത, നല്ല ഉപയോഗപ്പെടുന്ന ഒരു ബുക്ക് ഏതാണ് എന്ന് പോലും ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടായിരിക്കും നാം അത് തെരഞ്ഞെടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് വിശ്വാസത്തെ തെരഞ്ഞെടുക്കുമ്പോൾ മാത്രം മനുഷ്യൻ ഈ അന്വേഷണത്തിനും പഠനത്തിനും തയ്യാറാകുന്നില്ല? നാം തിരിച്ചറിയണം, നാം ആരാധിക്കേണ്ടുന്ന ഒരു ദൈവത്തെ തെരഞ്ഞെടുക്കുവാനും നാം അനുവർത്തിച്ചു പോകേണ്ടുന്ന ഒരു ജീവിത മാർഗത്തെ അഥവാ മതത്തെ തെരഞ്ഞെടുക്കുമ്പോഴും നാം നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി കൊണ്ട് നടക്കേണ്ടുന്ന ഒരു വേദഗ്രന്ഥത്തെ തെരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ റോൾ മോഡലാക്കി മാറ്റേണ്ടുന്ന ഒരു നേതാവിനെയോ പ്രവാചകനെയോ തിരഞ്ഞെടുക്കുമ്പോഴും എന്തുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യതയോടുകൂടി ഞാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് കാര്യമായ പഠനങ്ങൾ നടത്തി മറ്റു പലതും മുന്നിൽ വെച്ച് താരതമ്യ പഠനങ്ങൾക്ക് വിധേയമാക്കി കൂട്ടത്തിൽ നല്ലതെന്ന് പഠനങ്ങളിലൂടെ ബോധ്യപ്പെട്ട, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഒരു താരതമ്യ പഠനം നടത്തി കൂട്ടത്തിൽ നല്ലതെന്ന് പഠനങ്ങളിലൂടെ ബോധ്യപ്പെട്ട, ഉറപ്പുവെട്ട ഒരു ദൈവത്തെ തിരഞ്ഞെടുക്കാൻ, ഒരു മതത്തെ തിരഞ്ഞെടുക്കാൻ, ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കാൻ, ഒരു വേദഗ്രന്ഥത്തെ തിരഞ്ഞെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു? നാം ആരാധിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം, സാഷ്ടാംഗം പ്രണമിക്കുന്ന ദൈവം, നാം വിളിച്ചു കേഴുന്ന ദൈവം, ആ ദൈവം ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ദൈവമാകണം, ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടായിരിക്കണം. ആ അർഹതകൾ മുന്നിൽ വെച്ച് പഠനം നടത്തണമെന്ന മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ച് പഠനം നടത്തണം. അതെ, മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ച് പഠനം നടത്തണം. അവിടെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാനവരാശിക്ക് വഴികാട്ടുന്നത്.
മാനവരാശിക്ക് വഴികാട്ടുന്നത്. വിശുദ്ധമായ ഖുർആൻ ഒരാൾ പഠിക്കാൻ ആരംഭിച്ചാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിക്കണം. മുസ്ലിമുകളുടേത് മാത്രമൊന്നുമല്ല, വിശുദ്ധമായ ഖുർആൻ സർവ്വജനങ്ങൾക്കുമുള്ളതാണ്. ആ ഖുർആൻ പഠിക്കണം, ആ ഖുർആൻ പഠിക്കണം. വിശുദ്ധമായ ഖുർആൻ ഒരാൾ പഠിക്കാൻ തുടങ്ങുകയാണ്. 1 മുതൽ 114 അധ്യായങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. 1-ാമത്തെ അധ്യായം മുതൽ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ തുടർന്ന് പഠനം തുടങ്ങുമ്പോൾ ആ ഖുർആനിൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു അഭിസംബോധനയുണ്ട്. ഖുർആനിൽ 2 രീതിയിലെ അഭിസംബോധനകളാണുള്ളത്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ എന്നൊരു അഭിസംബോധനയുണ്ട്. 2, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നൊരു അഭിസംബോധനയുമുണ്ട്. വിശുദ്ധമായ ഖുർആൻ തുറന്ന് പഠനം നടത്തിയാൽ അവിടെ ആദ്യം കണ്ടെത്താൻ കഴിയുന്ന അഭിസംബോധന യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. മനുഷ്യരെ എന്നാണ്. ജാതിയുടെ വേലിക്കെട്ടുകളില്ല, മതത്തിന്റെ അതിർവരമ്പുകളില്ല, വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ രാജ്യത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ യാതൊരുവിധ അതിർവരമ്പുകളുമില്ലാതെ സർവേശ്വരനായ അല്ലാഹുവിൽ നിന്നും ഭൂമിയിലുള്ള മനുഷ്യ മക്കൾക്ക് വേണ്ടി സന്മാർഗം കാട്ടിക്കൊടുക്കാൻ അവതീർണമായ സർവ്വലോകത്തിനും മാനവരാശിക്കും മുഴുവനും വഴികാട്ടിയായ ഖുർആൻ ആദ്യമായി മനുഷ്യകുലത്തെ അഭിസംബോധന ചെയ്യുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ. എന്നിട്ട് പറയുന്നു ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കുവിൻ. മനുഷ്യരെ മുഴുവനും വിളിച്ചുകൊണ്ട്, മുസ്ലിമുകളെ വിളിച്ചുകൊണ്ട്, ഹിന്ദുക്കളെ വിളിച്ചുകൊണ്ട്, ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട്, ബുദ്ധവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, ജൈന വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ ആരാധിക്കുവിൻ. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കേണ്ടത്? ഖുർആൻ പറയുന്നു നിങ്ങൾ ആരാധിക്കണമെന്ന്. നമ്മൾ ചിന്തിക്കും ഖുർആനല്ലേ പറഞ്ഞത്, അപ്പൊ എന്തായാലും അള്ളാഹുവിനെ ആരാധിക്കണമെന്നായിരിക്കും ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സൂക്തത്തിലൂടെ എന്തായിരിക്കും? അള്ളാഹുവിനെ ആരാധിക്കണമെന്നായിരിക്കും. ഇല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ ഖുർആൻ ഇറക്കിയ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പരാമർശം. ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. പിന്നെയോ ദൈവത്തെ കണ്ടെത്താനുള്ള കവാടങ്ങൾ, മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കണം. ആരെ നിങ്ങൾ ആരാധിക്കണം? റബ്ബക്കും, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ പരിപാലകനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ, നിങ്ങളുടെ ദൈവത്തെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളോട് പറയുന്നു ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവിൻ. ഓരോ മനുഷ്യരോടും പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവിൻ, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവിൻ. മറ്റുള്ളവന്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണ്ട. ആരാണ് നിങ്ങളുടെ ദൈവം? ആ ദൈവത്തെ കണ്ടെത്താനാണ് നമുക്ക് കഴിയാതെ പോയത്. ഒരു പാന്റ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ, ഒരു പെൻസിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ, ഒരു പേന അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ മനുഷ്യ മക്കൾ ശ്രമിക്കുന്നില്ല. പാരമ്പര്യമായി കിട്ടിയ ഒരു വിശ്വാസത്തിലപ്പുറം, പാരമ്പര്യമായി കിട്ടിയ ഒരു ദൈവസങ്കല്പത്തിനപ്പുറം മുന്നോട്ട് പഠനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ദൈവത്തെ കണ്ടെത്താൻ കഴിയട്ടെ. അതെ, ഏതാണ് നിങ്ങളുടെ ദൈവം? ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. ആരാണ് നിങ്ങളുടെ ദൈവം? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. ഖുർആൻ അവിടെ പഠിപ്പിച്ചു തരികയാണ്, ഇസ്ലാം അവിടെ മനസ്സിലാക്കി തരികയാണ്. നിങ്ങളുടെ ദൈവം എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം. നാം അവിടെയാണ് തിരിച്ചറിയേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. നാം സൃഷ്ടിച്ച നമ്മുടെ ദൈവമെന്നല്ല, നാം സൃഷ്ടിച്ച, നാം വരച്ചുണ്ടാക്കിയ, നാം കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ, അല്ലെങ്കിൽ നാം പടച്ചുണ്ടാക്കിയ, നമ്മുടെ ആശ്രയത്തിൽ കഴിയുന്ന, നാം പരിപാലിക്കുന്ന, നാം ഭക്ഷണം കൊടുക്കുന്ന, നാം തീറ്റ കൊടുത്ത് വളർത്തുന്ന, നാം ഇല്ലെങ്കിൽ ഒരു പക്ഷേ നശിച്ചു പോകുന്ന ഒരു ദൈവത്തെയല്ല. പിന്നെയോ അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവ്. അവിടെ നമുക്ക് രക്ഷിതാവിനെ ഈ മാനദണ്ഡം വെച്ച് കണ്ടെത്താൻ കഴിയട്ടെ. നാം ഇന്ന് ആരാധിക്കുന്ന ദൈവങ്ങൾക്ക്, നാം ഇന്ന് ആരാധിക്കുന്ന ശക്തികൾക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വ്യക്തമായ നിഷ്കളങ്കമായ പഠനം നടത്താൻ എന്റെ സഹോദരങ്ങളെ കഴിയട്ടെ.
അവർ നമ്മയാണോ സൃഷ്ടിച്ചത്, അതോ നാം അവരെയാണോ സൃഷ്ടിച്ചത്? ദൈവം നമ്മയാണോ സൃഷ്ടിച്ചത്, നാം ദൈവങ്ങളെയാണോ സൃഷ്ടിച്ചത്? ഖുർആൻ പറയുന്നു, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ ആരാധിക്കുവിൻ. ന്യൂനതകളില്ലാതെ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം, കുഴപ്പങ്ങളില്ലാതെ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം, കണ്ണുകളെ വെക്കേണ്ടുന്ന സ്ഥാനത്ത് വെച്ച് തന്ന നമ്മുടെ ദൈവം, കാതുകളെ വെക്കേണ്ടുന്ന സ്ഥാനത്ത് വെച്ച് തന്ന നമ്മുടെ ദൈവം, കൈവിരലുകളും കാലുകളും ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൃത്യമായ രീതിയിൽ സംവിധാനിച്ചു തന്ന അന്യോന്യനായ പരിപൂർണനായ നമ്മുടെ ദൈവം, ആ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. ആ പരാശക്തിയെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. ആ സർവേശ്വരനെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. മനുഷ്യ ശരീരത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കഴിയട്ടെ. പലരും ചോദിക്കാറുണ്ട്, ദൈവമുണ്ട് എന്ന് ശാസ്ത്രീയമായി ഒന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന്. എന്ത് മണ്ടത്തരമാണ്, എന്ത് വിഡ്ഢിത്തരമാണ്. നിങ്ങളെന്ത് ചിന്തിച്ചോക്കെ. ഇപ്പൊ കൊല്ലത്ത് നിന്ന് ഞാനിവിടെ ഈ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി വന്നു. ഞാൻ ഈ സദസ്സിലേക്ക് വന്നിട്ട് പറയാണ്, കൊല്ലത്ത് നിന്ന് വരാൻ എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇറങ്ങി നിന്നപ്പോൾ പെട്ടെന്ന് ശൂന്യതയിൽ നിന്നും ഒരു കാർ ഇങ്ങനെ ഉണ്ടായി. ശൂന്യതയിൽ നിന്നൊരു കാറുണ്ടായി. ഒരു ഡ്രൈവർ പോലും അതിലില്ല. ആ കാറ് ഡ്രൈവർ പോലും ഇല്ലാതെ എന്റെ മുന്നിലേക്ക് വന്നു നിന്നു. ഞാൻ ഡോറ് തുറന്ന് അതിലേക്ക് കയറി. ഒരു ഡ്രൈവർ ഇല്ലാതെ, നിയന്ത്രിക്കാൻ ആരുമില്ലാതെ ശൂന്യതയിൽ നിന്നും ഉണ്ടായ ആ കാറ് കൊല്ലത്ത് നിന്നും യാത്ര ചെയ്ത് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. കേവലം ഇന്ധനമൊഴിച്ചൊഴിക്കുന്ന ഓടിക്കുന്ന ഒരു കാറ് ശൂന്യതയിൽ നിന്നുണ്ടായി എന്നും അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ ഞാൻ ഇവിടം വരെ വന്നു എന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഈ സർവ്വലോകങ്ങളും ശൂന്യതയിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുമ്പോൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കടലുകളും ജീവികളും ചെടികളും ഉൾപ്പെടെ സർവ്വതും ശൂന്യതയിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുമ്പോൾ, ആ സൂര്യനെ, ചന്ദ്രനെ, ഗോളങ്ങളെ, നക്ഷത്രങ്ങളെ കൂട്ടിമുട്ടാതെ അതിനെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒരാളും ഈ ലോകത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? പ്രകൃതിയിലൂടെയാണ് ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടുന്നത്. പ്രകൃതിയിലൂടെ ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയണം. ഒരു ചിത്രകാരന്റെ വൈഭവത്തെ നാം വിലയിരുത്തുന്നത് അയാളുടെ ഗ്ലാമർ നോക്കിയിട്ടോ, അയാളുടെ കുടുംബം നോക്കിയിട്ടോ, അയാളുടെ മറ്റേതെങ്കിലും കാര്യങ്ങളോ നോക്കിയിട്ടല്ല. അയാൾ വരച്ച ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം കണ്ടിട്ട് നാം വിലയിരുത്തും ഇയാൾ ഒരു ചിത്രകാരനാണ്. ഒരു ഗായകനെ വിലയിരുത്തുന്നത് അയാളുടെ പാട്ട് കേട്ടിട്ട് നാം വിലയിരുത്തും ഇയാൾ ഒരു നല്ല ഗായകനാണ്. അങ്ങനെയാണ് എങ്കിൽ, കഴിവുകൾ വെച്ചാണ് ഓരോരുത്തരെയും വിലയിരുത്തുന്നത് എങ്കിൽ, ദൈവത്തെ സൃഷ്ടികളെ കൊണ്ട് വിലയിരുത്താൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ഈ സുന്ദരമായ കണ്ണുകൾ ശൂന്യതയിൽ നിന്നുണ്ടായതല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ ഒരു നിർമ്മാതാവുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു പരിപാലകനുണ്ട്. ആധുനിക ശാസ്ത്രവിദ്യകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള എത്രയോ ലെൻസുകൾ സംവിധാനിച്ചിരിക്കുന്ന ഈ കണ്ണ് നമുക്ക് തന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവമാണ് നമുക്ക് കാഴ്ച തരുന്നത്. ആ ദൈവമാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. ആ ദൈവമാണ് നമുക്ക് സർവസ്വവും തരുന്നത്. നിങ്ങളോട് ഈ വിനീതൻ എന്റെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളെ നാവ് ചലിപ്പിച്ചുകൊണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ നിങ്ങൾക്കിടയിലേക്ക് ഇട്ടു തരുമ്പോൾ, കർണപുടങ്ങളിലൂടെ അതകത്തേക്ക് ചെന്ന് അതൊരു ശബ്ദമായി, ഒരു സന്ദേശമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, ആ കഴിവ് തന്ന നമ്മുടെ ഒരു രക്ഷിതാവുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ദൈവത്തെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുവിൻ. ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുവിൻ. മനുഷ്യ ശരീരത്തിനുള്ളിൽ ശ്വാസകോശം ശ്വാസം പിടിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന വികസിക്കുന്ന ഒരു ശ്വാസകോശം, ശാസ്ത്രം പറയുന്നു, ആ ശ്വാസകോശം പുറത്തേക്കെടുത്ത് നിങ്ങളൊന്ന് നിവർത്താൻ തുടങ്ങി ഒരു ടെന്നീസ് കോർട്ടിന്റെ വലിപ്പമുണ്ടാകും മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ശ്വാസകോശം. ആരാണ് ഈ ഇത്രയും വലിപ്പമുള്ള ശ്വാസകോശത്തെ ഈ ശരീരത്തിനുള്ളിൽ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്? ദിവസവും 1,00,000 തവണ മിടിക്കുന്നതായ ഹൃദയത്തെ നമുക്ക് തന്നിട്ടുള്ളതാരാണ്? ദിവസവും എത്രയോ ലിറ്റർ രക്തത്തെ പമ്പ് ചെയ്യുന്നതായ ഒരു ഹൃദയത്തെ നമുക്ക് തന്നതാരാണ്?
ദിവസവും 100 ലിറ്ററിലധികം രക്തത്തെ ശുദ്ധിയാക്കുന്ന ഒരു കിഡ്നിയെ നമുക്ക് തന്നതാരാണ്? ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠനം നടത്തുവിൻ. ഭൂമിയുടെ മൊത്തത്തിലുള്ള ചുറ്റളവിനേക്കാൾ 2 ഇരട്ടി വലിപ്പമുള്ള രക്തക്കുഴലുകളാണ് ഒരു മനുഷ്യ ശരീരത്തിനുള്ളിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നാം തിരിച്ചറിയണം, ആധുനിക ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ 2 ഇരട്ടി വലിപ്പത്തിലുള്ള രക്തക്കുഴലുകളാണ് ഒരു ശരാശരി മനുഷ്യ ശരീരത്തിലുള്ളതെങ്കിൽ ആരാണ് ഇതിനെ സംവിധാനിച്ചത്? നമ്മെ സൃഷ്ടിച്ച ആ സംവിധായകനാരാണ്? ആ നിർമ്മാതാവാരാണ്? ആ സൃഷ്ടാവാരാണ്? ആ ദൈവം തമ്പുരാനാരാണ്? ഇത് പഠനങ്ങളിലൂടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സൃഷ്ടികളെയല്ല ആരാധിക്കേണ്ടുന്നത്, പ്രവാചകരായ മുഹമ്മദ് മുസ്തഫയെയല്ല ആരാധിക്കേണ്ടത്, പടച്ച തമ്പുരാന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മഹത്തായ പദവികളിലേക്ക് പോയ ഔലിയാക്കളെയല്ല ആരാധിക്കേണ്ടത്, പുണ്യാത്മാക്കളെയല്ല ആരാധിക്കേണ്ടത്, നന്മയുടെ സന്ദേശം പകർന്നു നൽകിയ മുൻഗാമികളെയല്ല ആരാധിക്കേണ്ടത്. പിന്നെയോ ഈ മുൻഗാമികളെ ഉൾപ്പെടെ നാം ഉൾപ്പെടെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ കണ്ടെത്തി നമ്മൾ ആരാധിക്കുവിൻ. ആ രക്ഷിതാവിനെ കണ്ടെത്തി നമ്മൾ ആരാധിക്കുവിൻ. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ആരാണ് ആ രക്ഷിതാവ്? എക്കമ്മെ വിദഗ്ധം, ഏകനാണ് ആ രക്ഷിതാവ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദര, ഏകനാണ് നിന്റെ രക്ഷിതാവെന്ന് ഹൈന്ദവ മതവേദ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നതസ്യ പ്രതിമാസ്ത്യ, പ്രതിമകളില്ലാത്ത, സാദൃശ്യപ്പെടുത്താൻ മറ്റൊന്നുമില്ലാത്ത, അതെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ നിങ്ങൾക്ക് കാണാൻ കണ്ണുകൾക്ക് കാഴ്ച ശക്തി തന്ന നിങ്ങളുടെ ദൈവം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കണ്ണുകൾക്ക് കാഴ്ച ശക്തി തന്ന നിങ്ങളുടെ ദൈവം, ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. ഏകനായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. പ്രതിമകളും പ്രതിഷ്ഠകളുമില്ലാത്ത ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. ഋഗ്വേദം ഹിരണ്യഗർഭൻ എന്ന പേരാണ് ആ ദൈവത്തിന് നൽകിയത്. ആദിയിൽ ആ ദൈവം മാത്രമായിരുന്നു. ദൈവമാണ് സർവസ്വവും സൃഷ്ടിച്ചത്. ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സർവസ്വത്തിനെയും സൃഷ്ടിച്ചത് ആ ദൈവമാണ്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഏകനായ ദൈവം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര കണ്ടെത്തേണ്ടുന്നതുണ്ട്. സൃഷ്ടാവായ ദൈവം, പരിപാലകനായ ദൈവം, നിനക്ക് കാഴ്ച തന്ന, എന്നാൽ ആ കാഴ്ച കൊണ്ട് നിനക്ക് കാണാൻ കഴിയാത്ത നിന്റെ ദൈവം, എന്തുകൊണ്ട് ആ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല? ഓം എന്ന പ്രണവമന്ത്രത്തെ പറ്റി ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ പരിചയപ്പെടുത്താറുണ്ട്. ഓം എന്ന് പറയുമ്പോൾ പലരും ഓം എന്നൊക്കെ പറയുന്നത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ആ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹം രചിച്ച സംസ്കൃത മലയാള നിഘണ്ടുവിൽ അദ്ദേഹം പറയുന്നു, ഓം എന്നുള്ളത് ഒരു ഏക ദൈവത്തെ വിളിക്കാനുള്ള പ്രണവ മന്ത്രമാണ്. ഏക ദൈവത്തെ വിളിക്കാനുള്ള പ്രണവ മന്ത്രമാണ് ഓം. സന്യാസിമാർ പഠിപ്പിച്ചു ഏകദൈവമാണ്. വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു ഏകദൈവമാണ്. അഗ്നി എന്ന് പേരിട്ട് വിളിക്കുന്ന, മിത്രൻ എന്ന പേരിട്ട് വിളിക്കുന്ന, വരുണൻ എന്ന് പേരിട്ട് വിളിക്കുന്ന, എന്നാൽ വിജ്ഞാനികൾക്ക് ഏകനാണെന്ന് മനസ്സിലാക്കുന്ന ആ ഏകദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, ആ ദൈവത്തെ കണ്ടെത്താനല്ലേ നമുക്ക് കഴിയേണ്ടത്? ആ ദൈവത്തിലേക്ക് ചെന്നെത്താനല്ലേ നമുക്ക് കഴിയേണ്ടുന്നത്? ജീവൻ നൽകുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, സർവ്വതിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതായ ദൈവം, ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവിൻ. ആ ദൈവത്തിന് പ്രതിഷ്ഠകളുടെ ആവശ്യമില്ലെന്ന്, ആ ദൈവം പലതില്ല, ദൈവം ഒന്നാണ് എന്ന് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ തന്നെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, ആ ഒരു ദൈവത്തെ കണ്ടെത്താനുള്ള കവാടങ്ങളാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലൂടെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടുന്നത്. ആ ദൈവത്തെ കണ്ടെത്തുവിൻ, ആ ദൈവത്തെ കണ്ടെത്തുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം, ആ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ എന്നെ മാത്രം നീ ആരാധിക്കുവിൻ. ആകാശത്തുള്ള ഒന്നിന്റെയും പ്രതിമകളെ നീ ഉണ്ടാക്കരുത്. കീഴെ ഭൂമിയിലുള്ള ഒന്നിന്റെയും പ്രതിമകൾ നീ ഉണ്ടാക്കരുത്. ഭൂമിക്ക് കീഴിൽ വെള്ളത്തിന്റെ അടിയിലുള്ള ഒന്നിന്റെയും പ്രതിമകളെ നീ ഉണ്ടാക്കരുത്. ആ പ്രതിമകളെ നീ ആരാധിക്കരുത്. ആ പ്രതിമകളെ നീ സേവിക്കരുത്. വിശുദ്ധ ബൈബിൾ ലോകത്തോട് പഠിപ്പിച്ച സന്ദേശമാണ്. പ്രതിമകൾ ഉണ്ടാക്കരുത്, പ്രതിമകളെ ആരാധിക്കരുത്. കാരണം ദൈവം പ്രതിമകളിലല്ല ഉൾക്കൊള്ളുന്നത്.
ഞാനാണ് നിന്റെ ദൈവം, എന്റെ മുന്നിൽ നീ നടക്കുവിൻ. ഏകനായ ദൈവത്തെ പറ്റി പലവരും ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിൾ ലോകത്തെ പരിചയപ്പെടുത്തുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദര, ആ ഏകനായ നിരാശ്രയനായ ആ ദൈവത്തിലേക്കാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നിങ്ങളെ ക്ഷണിക്കുന്നത്. പറയും പ്രവാചകരെ, ഹുവല്ലാഹു അഹദുൻ, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദുൻ, അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, അവനാരെയും പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റാരുമില്ല. ആ ഏകനായ ദൈവത്തെ, യേശു പരിചയപ്പെടുത്തിയ ഏകനായ ദൈവമുണ്ട്, യേശു പരിചയപ്പെടുത്തിയ ഏകനായ ദൈവമുണ്ട്. അവസാന നിമിഷത്തിലെ യേശുവിന്റെ പ്രാർത്ഥനയുണ്ട്, അതെ ഏകനായ ദൈവമേ, എന്റെ പാനപാത്രത്തെ നീ സ്വീകരിക്കണേ എന്ന്. യേശുദേവൻ ഏതൊരു ദൈവത്തെ വിളിച്ചാണോ പ്രാർത്ഥിച്ചത്, ആ ഒരു ദൈവത്തെ തിരിച്ചറിയാൻ, ആ ഏകനായ കരുണാമയനായ സർവേശ്വരനായ സർവലോക സംരക്ഷകനായ ദൈവത്തെ തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠനങ്ങൾക്ക് നാം തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇസ്ലാമിനെ അറിയാനും അടുക്കുവാനുമുള്ള കവാടങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നിടുന്നത്. ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തേക്ക് കടന്നു വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ അവസാന പ്രവാചകനാണ് മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകൻ. ആ പ്രവാചകൻ ലോകത്ത് ശാന്തിയാണ് പഠിപ്പിച്ചത്. ആ പ്രവാചകൻ ലോകത്ത് സമാധാനമാണ് പഠിപ്പിച്ചത്. ആ പ്രവാചകൻ ലോകത്ത് സൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങളാണ് പകർന്നു നൽകിയത്. കാലം അങ്ങനെ ഒരു പ്രവാചകനെ കൊതിച്ചിരിക്കുക തന്നെയായിരുന്നു. കാലം അങ്ങനെ ഒരു പ്രവാചകനെ കൊതിച്ചിരിക്കുക തന്നെയായിരുന്നു. ബൈബിൾ പറയുന്നുണ്ട് യേശുദേവന്റെ വാക്കുകളായി, യേശുവിന്റെ വാക്കുകളായി ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ പോകേണ്ടത് നിങ്ങളുടെ നന്മയ്ക്കാണ്, ഞാൻ പോകേണ്ടത് നിങ്ങളുടെ നന്മയ്ക്കാണ്. ഞാൻ പോയാൽ മാത്രമേ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയുള്ളൂ. അപ്പോ യേശു പോയി കഴിഞ്ഞാൽ മറ്റൊരു സഹായകൻ സത്യസന്ദേശവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് ബൈബിളാണ്. ഇത് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ, അതെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകനായ ഇലാഹിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത് എന്ന് മാത്രമല്ല, വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള ഒരു പ്രവാചകനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനുമായിട്ടാണ് ഞാൻ വന്നത്. അതെ, ഖുർആൻ പറയുന്നു ഈസാ നബി തനിക്ക് ശേഷം വരുന്ന ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തി. ബൈബിൾ അതിനെ കൃത്യമായി പറയുന്നു, ഞാൻ പോയാൽ മാത്രമേ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരൂ. എത്രയോ സൂക്തങ്ങളിലൂടെ തനിക്ക് ശേഷം ഒരു പ്രവാചകൻ ലോകത്ത് വരാനുണ്ട് എന്നും ആ പ്രവാചകനിലൂടെ പല സന്ദേശങ്ങൾ നിങ്ങൾക്ക് പകരാനുണ്ട് എന്നും ബൈബിൾ ലോകത്തോട് പഠിപ്പിക്കുന്നത്. ആ പ്രവാചകനെ അറിയണം. ലോകം കൊതിച്ചിരുന്ന പ്രവാചകൻ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരു പ്രവാചകൻ വരാനുണ്ട്. വ്യാസമുനി ആ പ്രവാചകന്റെ പേര് പോലും പറഞ്ഞു, മഹാമത. ഞാൻ ശ്ലോകങ്ങൾ പറയുന്നില്ല, കാരണം ഒരു പക്ഷേ എന്റെ അക്ഷരത്തെറ്റുകൾ അതിൽ സംഭവിച്ചു പോയേക്കാം. മഹാമത എന്ന പേരിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്. മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റി, ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു പ്രവാചകനെ പറ്റി വ്യാസമുനി പോലെയുള്ള മുൻഗാമികളായ വിജ്ഞാനികൾ ലോകത്തിന് നൽകിയിട്ട് പോയ സന്ദേശമാണ്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിക്കുവിൻ. കലികാലം എന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത, അക്രമങ്ങളുള്ള പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കൽക്കി അവതാരമെടുക്കുമെന്ന് പറയുന്നുണ്ട്. കൽക്കിയുടെ അവതാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതേ ഒരു മാസത്തിലെ 12ാമത്തെ ദിവസമായിരിക്കും കൽക്കി ജന്മമെടുക്കുന്നത്. മരുമണ്ണ് നിറഞ്ഞ പ്രദേശത്തിലായിരിക്കും കൽക്കി ജന്മമെടുക്കുന്നത് എന്ന് മാത്രമല്ല, കൽക്കിയുടെ പിതാവിന്റെ പേര് വിഷ്ണു ഭഗത് എന്നായിരിക്കും. കൽക്കിയുടെ മാതാവിന്റെ പേര് സുമതി എന്നായിരിക്കും. കൃത്യമായി ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം ഒന്ന് ചിന്തിക്കും, വിഷ്ണു ഭഗത് എന്ന് പറഞ്ഞാൽ ദൈവദാസൻ എന്നാണ്. ദൈവദാസന്റെ പുത്രനായിരിക്കും ലോകത്തിന് കലികാലത്തിൽ സമാധാനം നൽകുന്ന കൽക്കി എന്ന അവതാരം. ദൈവദാസൻ എന്ന പേരുള്ള, നാം ഒന്ന് ചിന്തിക്കണം, പുണ്യപ്രവാചകരുടെ പിതാവിന്റെ പേര് അബ്ദുള്ള, ദൈവദാസൻ എന്നായിരുന്നു.
വീണ്ടും പറയുന്നുണ്ട്, കൽക്കിയുടെ മാതാവിന്റെ പേര് സുമതി, വിശ്വസിച്ചവൾ എന്നായിരിക്കും. നാം ഒന്നറിയണം, പ്രവാചകരുടെ ഉമ്മയുടെ പേര് ആമിന എന്നായിരുന്നു. വിശ്വസിച്ചവൾ എന്ന അർത്ഥത്തിലുള്ള പേരായിരുന്നു. ദൈവദൂതൻ എന്ന പേരുള്ള ഒരു പിതാവിന്റെ മകനായി, വിശ്വസ്ത എന്ന പേരുള്ള ഒരു മാതാവിന്റെ മകനായി, അതെ, മരുമണ്ണ് നിറഞ്ഞ പ്രദേശത്തിൽ നിന്നും ഒരു അവതാരം ലോക സമാധാനത്തിന് വേണ്ടി വരികയുണ്ട് എന്ന് മുൻഗാമികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, വീണ്ടും പറയുന്നുണ്ട് അടയാളങ്ങൾ. ആ കടന്നു വരുന്ന അവതാരത്തിന്റെ അനുയായികൾ അവർ കുടുംബ വെക്കില്ല, അവർ ദാടി നീട്ടി വളർത്തുന്നവരായിരിക്കും. പുണ്യപ്രവാചകരുടെ സഹാബാക്കൾ, അനുചരന്മാർ, അവർ ദാടി വളർത്തുന്നവരായിരുന്നു. അവർ സകല മൃഗങ്ങളുടെയും മാംസം കഴിച്ചാലും പന്നിയുടെ മാംസം അവർ കഴിക്കില്ല. ഇസ്ലാമിൽ പന്നി മാംസം ഹറാമ് തന്നെയാണ്. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉറക്കാഹ്വാനം ചെയ്യും. നിസ്കാരത്തിന് വേണ്ടി ഉറക്ക വാങ്ക് വിളിച്ചുകൊണ്ടാണ് മുസ്ലിമുകൾ വരുന്നത്. ഏകദേശം മുസൈലനൈവന്മാർ എന്ന പേരിൽ മുസ്ലിമുകൾ എന്ന അർത്ഥം വരുന്നതായ ഒരു പേര് പോലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്റെ അനുയായികളെ പറ്റി, മറ്റൊരു ഭാഗത്ത് ആ പ്രവാചകനെ പറ്റി പറയുമ്പോൾ പ്രശംസിക്കപ്പെടുന്നവനെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം പോലും പ്രശംസിക്കപ്പെടുന്നവരെന്നല്ലേ എന്ന് പറഞ്ഞാൽ കാലം കൊതിച്ചിരുന്നത് ആ പ്രവാചകന് വേണ്ടിയാണ്. ആ പ്രവാചകന് കടന്നു വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ശാന്തി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കാലഘട്ടം, സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കാലഘട്ടം, അക്രമത്തിന്റെ കാലഘട്ടം. ഒരുപക്ഷെ ഇന്നും അതേ സംസ്കാരത്തോടു കൂടി ജീവിച്ചിരുന്നെങ്കിൽ ലോക മാനവ സമൂഹത്തിന് തന്നെ അപകടകാരികളായേക്കുമായിരുന്ന ഒരു മനുഷ്യരുടെ കാലഘട്ടം, ഇരുണ്ട യുഗമെന്ന് പരിചയപ്പെടുത്തിയ കാലഘട്ടം. ആ കലികാലത്തിൽ ആ മനുഷ്യരെ സമാധാനത്തിലേക്ക് നയിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുമഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകരുടെ സന്ദേശം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും അറിയണം. ആ പ്രവാചകർ പകർന്നു നൽകിയ സന്ദേശം, ആ പ്രവാചകരിലൂടെ ലോകത്ത് നൽകപ്പെട്ടതായ സത്യസന്ദേശം നാം ഓരോരുത്തരും അറിയണം. പ്രവാചകർ ലോകത്തോട് പഠിച്ചു, മനുഷ്യനെ മനുഷ്യനായി നിങ്ങൾ കാണണം. അവസാനം ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അറഫയുടെ മൈതാനത്ത് വെച്ച് പ്രവാചകൻ നൽകിയതായ സന്ദേശവും മനുഷ്യരെ നിങ്ങളെല്ലാം ഒന്നാണ്, മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒന്നാണ്, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമോ മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ടവരാണ്. ഭാഷയുടെ പേരിൽ ഒരാൾക്കും മറ്റൊരാളുടെ മേൽ മേൽക്കോയ്മയില്ല. ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ മേൽക്കോയ്മയില്ല. മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിപ്പിച്ച പ്രവാചകർ, ബന്ധങ്ങളുടെ പവിത്രത പഠിപ്പിച്ച പ്രവാചകർ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. അവരുടെ മുഖത്ത് നോക്കി ഛേ എന്ന് പോലും നീ പറയരുത്. നിന്റെ മാതാവിന്റെ കാൽ കീഴിലാണ് നിന്റെ സ്വർഗം. നിന്റെ പിതാവിന്റെ മുന്നിൽ നീ എഴുന്നേറ്റ് നടക്കുക പോലും ചെയ്യരുത്. പിതാവിന്റെ മുന്നിൽ ശബ്ദം ഉയർത്തരുത്. പിതാവിനെ പേര് തന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ബന്ധങ്ങളുടെ പവിത്രത പഠിപ്പിച്ച പ്രവാചകർ. അതേ, മക്കളെ നിങ്ങൾ ബഹുമാനിക്കുക, അവർ അർഹിക്കുന്നതായ പരിഗണന നിങ്ങൾ കൊടുക്കുക. ബന്ധങ്ങളുടെ മഹത്വം പഠിപ്പിച്ച പ്രവാചകർ. നിങ്ങളുടെ ഭാര്യമാർ, ആ ഭാര്യമാരെ സമീപിക്കുമ്പോൾ എപ്രകാരം പളുങ്കുപാത്രങ്ങൾ നിങ്ങൾ കയ്യിൽ സൂക്ഷ്മതയോടുകൂടി വെക്കുമോ, ഒന്ന് അശ്രദ്ധ പുലർത്തിയാൽ കയ്യിൽ നിന്ന് താഴേക്ക് വഴുതി വീണ് കഷണം കഷണമായി ചിഹ്നിച്ചു തന്ന ഒരു പളുങ്കുപാത്രത്തെ എത്ര സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ കയ്യിൽ വെച്ച് പെരുമാറുമോ, അതിനേക്കാൾ സൂക്ഷ്മതയോടെ, അതിനേക്കാൾ സുന്ദരമായ നിലയിൽ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറുവിൻ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആദരിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം. പ്രസവത്തിന്റെ സമയത്തിലാണെങ്കിൽ പോലും നിന്റെ ഭർത്താവ് നിന്നെ ആവശ്യത്തിന് വിളിച്ചാൽ ആ വിളിക്കുത്തരം കൊടുക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. ആ പ്രവാചകർ പഠിപ്പിക്കാതെ പോയ ജീവിതത്തിന്റെ ഏതു ഭാഗമാണെന്ന് ലോകത്തിന്റെ മുന്നിലുള്ളത്? നാം പറയാറുണ്ട്, നഖം വെട്ടുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെ ലോകത്തെ പഠിപ്പിച്ച പ്രവാചകർ. എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ, എങ്ങനെ കുടിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ, എങ്ങനെ മലമൂത്ര വിസർജനം നടത്തണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ, എങ്ങനെ വഴിവക്കിലൂടെ നടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. നിന്റെ ഒരു അന്യനായ സഹോദരനെ കണ്ടാൽ ഉടൻ തന്നെ നീ പുഞ്ചിരിക്കുക, അത് നിന്റെ ധർമ്മമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. അതെ, അറവശാലയിലേക്ക് കൊണ്ടുപോകുന്ന നാൽക്കാലി മൃഗങ്ങളോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ.
പ്രകൃതിയെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ, ജലാശയങ്ങളിൽ നിങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയത്, മലമൂത്ര വിസർജനം നടത്തരുത്, അത് നിങ്ങൾക്ക് ശാപത്തിന് കാരണമാകും എന്ന് പഠിപ്പിച്ച പ്രവാചകർ, ഒരു മനുഷ്യൻ ഒരു വൃക്ഷത്തൈ നട്ടാൽ അതിനവന് പ്രതിഫലങ്ങൾ ഒരുപാടുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകർ, അങ്ങനെ എത്രയെത്ര സന്ദേശങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ജീവിതാവസാനം വരെയും മുറുകെ പിടിക്കേണ്ടുന്ന എത്രയോ ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശങ്ങളാണ് ആ പ്രവാചകൻ ലോകത്തിന് പകർന്നു നൽകിയിട്ട് പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ശിഷ്യ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ, പഠിക്കണം നിങ്ങൾ ആ പ്രവാചകരെ, പഠിക്കണം നിങ്ങൾ ആ പ്രവാചകരെ. എന്തുകൊണ്ട് ആ പ്രവാചകൻ ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ആ പ്രവാചകർ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു? അതെ അതെ, ആ പ്രവാചകരുടെ ജീവിത സന്ദേശം ലോകമാനവ സമൂഹങ്ങൾ പിൻപറ്റിയാൽ പല ചൂഷകന്മാരുടെയും പ്രമാണിത്വം അവിടെ നഷ്ടപ്പെടും. സാമ്പത്തിക ചൂഷണം നശിച്ചു പോകും, ആത്മീയ ചൂഷണം നശിച്ചു പോകും, ശാരീരിക ലൈംഗിക ചൂഷണങ്ങൾ നശിച്ചു പോകുമെന്ന തിരിച്ചറിവോടുകൂടി തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന ആ പ്രവാചകരുടെ ജീവിതത്തിൽ നിന്നും ഏതോ ചില വൃത്തികേടുകൾ ഉണ്ടായി എന്ന് പറയാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം ആ പ്രവാചകരെ. പ്രവാചക ജീവിതം ലോകത്തിന്റെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. മറച്ചു വെക്കപ്പെടാൻ ഒന്നുമില്ല ആ ജീവിതത്തിൽ, അറപ്പ് തോന്നുന്നതൊന്നുമില്ല ആ ജീവിതത്തിൽ. ആ ജീവിതം മുഴുവനും സന്ദേശമാണ്, ആ ജീവിതം മുഴുവനും സത്യമാണ്, ആ ജീവിതം മുഴുവനും മനോഹരമാണ്. ആ പ്രവാചകൻ ലോകത്തിന് സമാധാനം നൽകിയ പ്രവാചകനാണ്, ലോകത്തിന് സമാധാനം നൽകിയ പ്രവാചകനാണ്. ഖേദകരൻ എന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് ആ പ്രവാചകന്റെ പേരിൽ, പ്രവാചകന്റെ അനുയായികൾ എന്ന പേരിൽ ലോകത്തിന്റെ ഏതോ ചില ഭാഗത്ത് ഏതോ ചില കുബുദ്ധികളുടെ പ്രവർത്തന ഫലമെന്നോണം ആരൊക്കെയോ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ, പൊതുജനത്തെ തെരുവോലങ്ങളിൽ വെച്ച് നാൽക്കാലി മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലെ കശാപ്പ് ചെയ്യുമ്പോൾ, ഇസ്ലാമിക വിരുദ്ധ സന്ദേശങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രചരിക്കുമ്പോൾ, അത് മുഴുവനും ഇസ്ലാമിന്റെ സംഭാവനകളാണെന്ന് പറയാൻ ചില കുബുദ്ധികൾ കടന്നു വരുമ്പോൾ, ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി ഒന്ന് ചിന്തിക്കണം. ലോകത്ത് തുല്യതയില്ലാത്ത അക്രമങ്ങൾ നടത്തിപ്പോയ ഹിറ്റ്ലർ, ആ ഹിറ്റ്ലർ ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ഹിറ്റ്ലറിന്റെ പാപഭാരം മുഴുവനും ക്രൈസ്തവ മതത്തിന്റെ മേൽ വെച്ചു കൊടുക്കാൻ നാം ആരും തയ്യാറാകില്ല. അത് അയാളുടെ ചെയ്തിയാണ്, അത് അയാളുടെ ദുഷ്ടത്തരം തന്നെയാണ്. അമേരിക്ക പോലെയുള്ള ക്രൈസ്തവ രാജ്യങ്ങൾ അഫ്ഗാനും പലസ്തീനും ലബനാനും പോലെയുള്ള പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തുമ്പോൾ, ആയിരക്കണക്കിന് പിഞ്ചോമനങ്ങളെ കൊലപ്പെടുത്തുമ്പോൾ, അമേരിക്ക എന്ന രാജ്യത്തിന്റെ മതം നോക്കി ആ മതത്തെ മോശമായി ചിത്രീകരിക്കാൻ നാം ആരും തയ്യാറാവുകയില്ല. ഗുജറാത്തിന്റെയും ആസാമിന്റെയും തെരുവോരങ്ങളിൽ ഒരു വിഭാഗം ഭീകരവാദികൾ പാവപ്പെട്ട പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യപ്പോഴും കുഞ്ഞുമക്കളെ ചുട്ടരിച്ചു കൊന്നുകളഞ്ഞപ്പോഴും ആ ഭീകരവാദികളുടെ, ആ തീവ്രവാദികളുടെ മതം നോക്കിയിട്ട് ആ മതത്തെ നാം ആരും മോശമായി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയില്ല. പിന്നെന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏതോ ചില ഭാഗത്ത് ആരൊക്കെയോ ചിലർ അക്രമങ്ങൾ നടത്തുമ്പോൾ, അങ്ങനെ ചില വാർത്തകൾ വരുമ്പോൾ, എന്തിനവരുടെ മതം നോക്കിയിട്ട് ആ മതത്തെ നമ്മൾ കുറ്റപ്പെടുത്തണം? ഇസ്ലാം പഠിപ്പിക്കുന്നത് സമാധാനമാണ്. ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ആ ഖിലാഫത്തിനെ പഠിപ്പിക്കേണ്ടത് അബൂബക്കർ ബഗ്ദാദി എന്ന ഒരു ഖലീഫയെ നോക്കിയിട്ടോ അയാളുടെ ഖിലാഫത്തിനെ നോക്കിയിട്ടോ അല്ല, മറിച്ച് ഇപ്രകാരം ഇപ്പുറത്ത് ലോകത്തിന് മുന്നിൽ സുന്ദരമായ ഖിലാഫത്തിന്റെ സന്ദേശം പകർന്നു കൊടുത്ത ഒരു ഖലീഫയുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാന്യനായ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും പറഞ്ഞ, if India has to improve, it should be ruled by a dictator as honest and upright as Hazrat Umar. ഇന്ത്യ രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കിൽ അവിടെ ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത് വേണം, ഉമറിന്റെ ഭരണം വേണമെന്ന് അഹിംസയുടെ വക്താവായ, ലോകത്തുള്ള മുഴുവനും സമാധാന കാംക്ഷികളുടെയും മാതൃകാ പുരുഷനായ ബഹുമാന്യനായ ഗാന്ധിജി പറഞ്ഞുവെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്തിനെ പഠിക്കേണ്ടത്, ഇസ്ലാമിക ഭരണത്തെ പഠിക്കേണ്ടത് ബഹുമാന്യനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെയാണ്. അതെ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്തെങ്ങാനും ഒരാട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്തുപോയാൽ പടച്ചവന്റെ മുന്നിൽ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞ ഒരു
ജീവിതം പകരം നൽകിയ ഇസ്ലാമിന്റെ വക്താവായ ഖലീഫ ഉമറിന്റെ ജീവിതത്തെ കണ്ട് ആ ഖിലാഫത്തിനെ നമ്മൾ പഠിക്കുവിൻ. മുസ്ലിമുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പള്ളി വിശാലമാക്കുന്നതിന്റെ ഭാഗമായി പള്ളിയുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ജൂതപ്പെണ്ണിന്റെ വീട് പള്ളിയുടെ ഭാഗമാക്കി 3 ഇരട്ടി വില കൊടുത്ത് ചോദിക്കുന്നതൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞ ഗവർണർ, ആ ഗവർണറെ പറ്റി ആ ഖലീഫ ഉമറിന്റെ മുന്നിൽ കണ്ണീരോടുകൂടി വന്ന് പരാതി പറയുന്നു ഒരു ജൂതപ്പെണ്ണ്. അല്ലയോ ഉമറെ, എനിക്ക് നീതി വാങ്ങിത്തരണം. ജൂതപ്പെണ്ണിന്റെ വീട് പള്ളിയുടെ നവീകരണ ഭാഗമായി നഷ്ടപ്പെട്ടു പോയി എന്ന പരാതി കേട്ട് കണ്ണീരൊടുക്കിയ ഉമർ ഉടൻ തന്നെ തന്റെ ഗവർണറെ തിരിച്ചു വിളിച്ച് ഈ പെണ്ണിന് ആവശ്യമുള്ളത് മുഴുവനും കൊടുത്ത് അവളുടെ വീടും കൊടുത്ത് ഈ ഒരു പെണ്ണിനെ പള്ളി നവീകരണത്തിന്റെ പേരിൽ കഷ്ടപ്പെടുത്തിയ താങ്കൾ ജോലി രാജിവെച്ച് മടങ്ങി വരിക എന്ന് പറഞ്ഞ ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത്, ആ ഭരണത്തിലൂടെയാണ് ഇസ്ലാമിക ഭരണമെന്ത് എന്ന് ലോകം തിരിച്ചറിയേണ്ടത്. അതല്ലാതെ ആരൊക്കെയോ ചില ജൂതനസാറാക്കൽ സംഭാവന ചെയ്യുന്നതായ ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ ഏതോ ചില കുബുദ്ധികൾ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങളോ അവരുടെ ചില വാർത്തകളോ കിംവദന്തികളോ കേട്ടിട്ടല്ല. ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഞങ്ങളെപ്പോലെ നാമമാത്ര മുസ്ലിമുകളിൽ നിന്നല്ല. നിങ്ങൾ ഖുർആനെ പഠിക്കേണ്ടത് ഞങ്ങളെപ്പോലെയുള്ളവരിൽ നിന്നല്ല. നിങ്ങൾ പ്രവാചകനെ പഠിക്കേണ്ടത് ഞങ്ങളെപ്പോലെ നിന്നല്ല. പിന്നെയോ പ്രവാചകൻ നിങ്ങളുടെ മുന്നിൽ പഠന വിധേയമാണ്. ഖുർആൻ നിങ്ങളുടെ മുന്നിൽ പഠന വിധേയമാണ്. ഇസ്ലാം നിങ്ങളുടെ മുന്നിൽ പഠന വിധേയമാണ്. ആരോഗ്യപരമായ പഠനങ്ങൾ നടത്തുവിൻ. കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠനങ്ങൾ നടത്തുവിൻ. എന്റെ സഹോദരങ്ങളെ, ആ ഒരു മാർഗത്തിലേക്ക് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇസ്ലാമിനെ അറിയണം, ഇസ്ലാമിലേക്ക് നിങ്ങൾ അടുക്കണം, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ അറിയണം. തെറ്റിദ്ധാരണകൾ മറനീക്കപ്പെടട്ടെ. സത്യസന്ദേശം എന്തെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ചിന്തിക്കുവിൻ. ഇവിടെ ചില ആളുകൾ പറഞ്ഞു നടക്കാറുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഇസ്ലാം എന്ന പേര്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഇസ്ലാം, സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാത്ത ഇസ്ലാം. ഇപ്പോൾ ഇങ്ങനെ TV ചാനലുകളിലൊക്കെ ഏക സിവിൽ കോഡിന്റെ ആവശ്യകതകളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്ലാമുമായി കുലബന്ധം പോലും ഇല്ലാത്ത ചില കുബുദ്ധിജീവികളെ പിടിച്ചിരുത്തും ചർച്ചകൾ നടത്താറുണ്ട്. അവിടെയൊക്കെ പറയുന്ന ഒരു പ്രധാന കാരണം എന്തിനേക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് വേണമെന്നാണ്. അതെ, സ്ത്രീ പുരുഷ സമത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്ത്രീ പുരുഷ സമത്വം നഷ്ടപ്പെടുന്നു, ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വം നൽകുന്നില്ല എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, ഇസ്ലാമിൽ ആണും പെണ്ണും ഒന്നാണോ എന്ന്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആണും പെണ്ണും ഒന്നാണോ എന്ന് എന്നെ ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും സാക്ഷി നിർത്തി പറയുന്നു, ഇല്ല. ഇസ്ലാമിൽ ആണും പെണ്ണും ഒന്നല്ല. ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വമില്ല, ഇസ്ലാമിൽ ലിംഗ സമത്വമില്ല. പക്ഷേ എന്തുകൊണ്ടില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പുണ്യപ്രവാചകരുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു അനുചരൻ, ഒരു പ്രിയപ്പെട്ട സന്തത സഹചാരി ചോദിച്ചു, പ്രവാചകരെ, ലോകത്തെനിക്ക് ഏറ്റവും കൂടുതൽ കടമകളും കടപ്പാടുകളും ഉള്ളതാരോടാണ്? പ്രവാചകർ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, നിന്റെ അമ്മയോടാണ്, നിന്റെ മാതാവിനോടാണ്. രണ്ടാമതും ചോദിച്ച പ്രവാചകരെ, സുമ്മമൻ, രണ്ടാമതാരോടാണ് പ്രവാചകരെ? അപ്പോഴും പറയുന്നു, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, മൂന്നാമതാരോടാണ് പ്രവാചകരെ? അപ്പോഴും പറയുന്നു, ഉമ്മുക, മൂന്നാമതും നിന്റെ ഉമ്മയോടാണ്. നാലാമത് വീണ്ടും പ്രവാചകരോട് ചോദ്യം, സുമ്മമൻ, നാലാമതാരോടാണ് പ്രവാചകരെ? അബൂക, നാലാമത് നിന്റെ പിതാവിനോടാണ്. ഇതെവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്? ഇസ്ലാമിൽ ആണും പെണ്ണും ഒന്നല്ല. ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും പെണ്ണിന് കൊടുത്തിട്ട് 4ാം സ്ഥാനമാണ് ഇസ്ലാം ആണിന് കൊടുത്തത്. ഒരാണിന് നൽകപ്പെടേണ്ടെന്നതിനേക്കാൾ 3 ഇരട്ടി സ്ഥാനം പെണ്ണിന് കൊടുക്കുന്നു ദീനിൽ ഇസ്ലാം. അതുകൊണ്ട് 100 വട്ടം ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിൽ ആണും പെണ്ണും ഒന്നല്ല. ആണിന് നൽകുന്നതിനേക്കാൾ 3 ഇരട്ടി സ്ഥാനം ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്നുണ്ട്. ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്നുണ്ട്. പ്രവാചകനെ പഠിപ്പിച്ചു പെണ്ണിന്റെ വില എന്താണ്, പെണ്ണിന്റെ മഹത്വം എന്താണ്. പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹ. ലോകം മുഴുവനുമുള്ള വസ്തുക്കളിൽ, ലോകം മുഴുവനുമുള്ള കാര്യങ്ങളിൽ ഏറ്റവും വിലയുയർന്നത് ഒരു സദ്വൃത്തയായ പെണ്ണാണ്. ലോകത്തെ ഏറ്റവും വില കൂടിയത് പെണ്ണാണ്. ലോകത്തെ ഏറ്റവും മഹത്വമുള്ളത് പെണ്ണിനാണ്. ലോകത്തെ ഏറ്റവും മൂല്യമുള്ളതും മധുരമുള്ളത് പെണ്ണിനാണ്. ലോകത്തോതൊരു നേതാവാണ് ഇപ്രകാരം പെണ്ണിന് സ്ഥാനം കൊടുത്തത്. ഈ ഇസ്ലാമാണോ പെണ്ണിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്?
ഈ ഇസ്ലാമാണോ പെണ്ണിന് മഹത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്? പെണ്ണിനെ പെണ്ണായി കണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പെണ്ണിന്റെ ശാരീരിക ദൗർബല്യതകൾ അറിഞ്ഞു ഇസ്ലാം, മാനസിക ദൗർബല്യതകൾ അറിഞ്ഞു ഇസ്ലാം, ഒരു വേള സാമ്പത്തിക ദൗർബല്യതകൾ പോലും അറിഞ്ഞ് നിയമങ്ങളെടുത്ത മാർഗമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു പ്രായപൂർത്തിയായ ശുദ്ധിയുള്ള ബോധമുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി 5 നേരം നിസ്കരിക്കൽ നിർബന്ധമാണ്. നാം നേരത്തെ പരിചയപ്പെടുത്തിയ ഏകനായ സർവലോക സംരക്ഷകനായ സർവേശ്വരനായ തമ്പുരാന്റെ മുന്നിൽ ദിവസം 5 നേരം കൃത്യമായി സാഷ്ടാംഗ പ്രണമങ്ങളോടെ പ്രാർത്ഥനകളോടെ നിസ്കരിക്കൽ ഒരു മുസ്ലിമിന് പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള ശുദ്ധിയുള്ള ബോധമുള്ള ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. അതിലൊരു മാറ്റമില്ല. അപ്പൊ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം നിസ്കരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ബോധമുണ്ടോ? ശരീരം തളർന്നു കിടക്കുക, കൈ അനങ്ങൂല, കാലനങ്ങൂല, പക്ഷേ ബോധമുണ്ടോ? അവന്റെ മേൽ പോലും നിസ്കാരം നിർബന്ധമാണ്. അവൻ പോലും നിസ്കരിക്കണം, യുദ്ധങ്ങൾക്കിടയിൽ പോലും നിസ്കരിക്കണം, സർവസമയത്തും ബോധമുണ്ടെങ്കിൽ നിസ്കരിക്കണം. പക്ഷേ അവിടെയും ആണിന് കൊടുക്കാത്ത ഒരു കൺസെഷനാണ് പെണ്ണിന് കൊടുക്കുന്നത്. എന്തുകൊണ്ട്? അവളുടെ ശാരീരിക ദൗർബല്യതകൾ അറിഞ്ഞുകൊണ്ട്. ആണുങ്ങൾക്കില്ലാത്ത പല ദൗർബല്യതകളും പെണ്ണുങ്ങൾക്കുണ്ട്. അതിൽപ്പെട്ടതാണ് മെൻസസ് പീരീഡ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ മെൻസസ് പീരീഡിന്റെ സമയം അവൾ നിസ്കരിക്കേണ്ടതില്ല. നിസ്കരിക്കൽ അവൾക്ക് നിഷിദ്ധമാണ്. അവൾ നോമ്പ് പിടിക്കേണ്ടതില്ല. നോമ്പ് പിടിക്കൽ അവൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ 1 മാസം 15 ദിവസം വരെ നിസ്കാരം ഒഴിവാക്കാൻ പെണ്ണിന് അനുവാദം കൊടുക്കുന്നു ഇസ്ലാം. വിശുദ്ധമായ റമദാനിൽ 15 ദിവസം വരെ നിർബന്ധമായ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദം കൊടുക്കുന്നു പെണ്ണിന് ഇസ്ലാം. ഈ ഇസ്ലാമാണോ പെണ്ണിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? ഈ ഇസ്ലാമാണോ പെണ്ണിന് മഹത്വം കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്? ഇസ്ലാമിന്റെ ഭാഗമായുള്ള സാമ്പത്തിക വീതം വെപ്പുണ്ട്, അനന്തരാവകാശമുണ്ട്. അവിടെയും ചില ആളുകൾ പറയും വലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. ഇസ്ലാമിന്റെ നിയമം ആണിന് എന്താണോ കൊടുക്കുന്നത് അതിന്റെ പകുതിയെ പെണ്ണിന് കൊടുക്കാൻ പാടുള്ളൂ. ഒരു പിതാവ് മരിക്കുമ്പോൾ മകൻ എന്ത് കിട്ടുന്നോ അതിന്റെ പകുതിയായിരിക്കും മകൾക്ക് കിട്ടുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിയല്ലോ, പെണ്ണിന് സ്ഥാനം കുറച്ച് കാണിക്കുന്നു എന്നും പറഞ്ഞു. അവിടെയും മനസ്സിലാക്കണം, ഒരു പിതാവ് മരിച്ചു, മകൾക്ക് പകുതിയെ കിട്ടിയിട്ടുള്ളൂ, മകന് ഒരു ഭാഗം കിട്ടി. ആ മകന്റെ വിവാഹം കഴിഞ്ഞു, മകളുടെ വിവാഹവും കഴിഞ്ഞു. തനിക്ക് കിട്ടിയ സമ്പത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് ആ മകൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ചെലവിൽ കഴിയുന്ന മാതാപിതാക്കൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ചെലവിന് കൊടുക്കണം. ഈ ഒന്നിൽ നിന്ന് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം പകുതി സമ്പത്തുമായി പോയ പെണ്ണുണ്ടല്ലോ, അവളുടെ വിവാഹം കഴിഞ്ഞു, അവൾക്കുണ്ടൊരു ഭർത്താവ്, അവൾക്കുണ്ട് 5 മക്കൾ, അവൾക്കുണ്ട് സഹോദരങ്ങൾ. ഇല്ല, അവളുടെ ഭർത്താവിന് അവൾ ചെലവ് കൊടുക്കേണ്ട ആവശ്യമില്ല, അവളുടെ മക്കൾക്ക് അവൾ ചെലവിന് കൊടുക്കേണ്ടെന്ന നിർബന്ധമില്ല, അവളുടെ സഹോദരങ്ങൾക്ക് അവൾ ചെലവിന് കൊടുക്കേണ്ട നിർബന്ധമില്ല. ഈ കിട്ടിയ സമ്പത്ത് അവൾക്കുള്ളതാണ്. ഒരു ഭാഗത്ത് ആണിന് കിട്ടിയ സമ്പത്ത് മുഴുവൻ ചെലവിന് കൊടുക്കാൻ നിർബന്ധമുള്ളപ്പോൾ പെണ്ണ് കിട്ടിയ സമ്പത്ത് അവളുടെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഈ ഇസ്ലാമാണോ പെണ്ണിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? ചിന്തിക്കണം. സാക്ഷി പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിന് കോടതിയിലേക്ക് പോയി സാക്ഷി പറയണം, ഇസ്ലാമിക കോടതിയിലേക്ക് പോയി സാക്ഷി പറയേണ്ട ആവശ്യം വന്നാൽ ഒരു പുരുഷനാണെങ്കിൽ ഒരാൾ വന്ന് സാക്ഷി പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ കണ്ടു ഒരു കാര്യം, ഞാൻ ഒരു പുരുഷനാണ്, ഞാൻ ഒറ്റയ്ക്ക് സാക്ഷി പറഞ്ഞാൽ മതി. പക്ഷേ പെണ്ണാണ് എങ്കിൽ 2 പേർ സാക്ഷി പറയണം. പെണ്ണിന്റെ വാക്ക് കേൾക്കാത്തോണ്ടാണോ? അതെന്താ? പെണ്ണാണെങ്കിൽ 2 വേണം, ആണാണെങ്കിൽ ഒരാൾ മതി. പെണ്ണിന് ഒരുപാട് മാനസിക ദൗർബല്യതകളുണ്ട്. ഒരു വിഷയത്തിന് സാക്ഷി പറയാൻ പോകുന്ന ഒരാൾക്ക് മാനസികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം, മാനസികമായ സംഘർഷങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക് അവൻ ഇരയാക്കപ്പെട്ടേക്കാം. ആണാണെങ്കിലല്ല ഒറ്റയ്ക്ക് സഹിച്ചോണം, പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് സഹിക്കണ്ട, ഒരാളോട് ഉണ്ടെങ്കിൽ സഹിച്ചാൽ മതി, ഇല്ലെങ്കിൽ അവൾ സാക്ഷി പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ ഇസ്ലാമാണോ പെണ്ണിന് സമാധാനം നൽകിയില്ല എന്ന് പറഞ്ഞത്? ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും എടുക്കും. വിവാഹം കഴിച്ചൊരു ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു ഒരു പെണ്ണ്,
അവൾക്ക് കഴിയില്ല അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ. അയാൾ മർദ്ദിച്ചിട്ടല്ല, അയാൾ ചെലവിന് കൊടുക്കാഞ്ഞിട്ടുമല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ പെണ്ണിന് പറ്റൂല ആ ഭർത്താവിനെ. ഇവൾക്ക് ആ ഭർത്താവിനോടൊപ്പം ഒരു ജീവിതം വേണ്ട എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞ് ആ ജീവിതം അവസാനിപ്പിക്കാൻ, അയാളുമായി വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ ഒരു പെണ്ണിന് അനുവാദം കൊടുക്കുന്നുണ്ട് ഇസ്ലാം. തൊലാഖിന്റെയും മുത്തലാഖിന്റെയും മാത്രം ചർച്ചകൾ നടന്നാൽ പോരെ ഇവിടെ? എന്തുകൊണ്ട് പെണ്ണിന്റെ അവകാശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല? നാല് കെട്ടുന്നത് കൊണ്ട് പെണ്ണുങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നാണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, 4 കല്യാണം കഴിച്ച് 4 പെണ്ണുങ്ങളെയും ഒരുപോലെ നീതിയോടെ സ്നേഹത്തോടെ നോക്കി നടത്താൻ പറ്റുമെങ്കിൽ 4 കഴിക്കുക, ഇല്ലെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിൽ നിർത്തിക്കോണം. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമാണ് 4, ഇല്ലെങ്കിൽ ഒരെണ്ണത്തിൽ നിർത്തണം. ഇപ്പൊ ഈ സദസ്സിൽ 4 വിവാഹം കഴിച്ചവർ ആരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേരുണ്ടാവും? 3 വിവാഹം കഴിച്ചവരുണ്ടോന്ന് വെച്ചാൽ എത്ര പേരുണ്ടാവും? 2 വിവാഹം കഴിച്ചവരുണ്ടോന്ന് വെച്ചാൽ 10 പേര് ചിലപ്പോ ഉണ്ടാവൂല, 5 ചിലപ്പോ ഉണ്ടാവൂല. നമ്മൾ ആരെയും നിയമം പിടിച്ച് 4 5 കെട്ടി സുഖിച്ച് നടക്കുന്നില്ല. ആരോരും അറിയാതെ പോയി കല്യാണം കഴിച്ച് കെട്ടിയ പെണ്ണിനെയും പോറ്റാതെ നടക്കുന്ന വിരുദ്ധന്മാർ മറ്റു പലരും ഉണ്ട് ഇവിടെ. എന്തുകൊണ്ട്? അപ്പെണ്ണുങ്ങളുടെ കാര്യത്തിൽ തീരുമാനമില്ല. നാം അറിയണം, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം ഭർത്താവ് മരണപ്പെട്ടു പോയ വിധവയായ ഒരു പെണ്ണിനെ ആരെങ്കിലും സഹായിച്ചാൽ, ആരെങ്കിലും അവൾക്ക് ചെലവിന് കൊടുത്താൽ, ഇനി അതുമല്ല അവൾക്കൊരു ജീവിതം കൊടുക്കാമെന്ന് കരുതി അവളെ വിവാഹം കഴിച്ചാൽ, അതെ, സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിക്ക് തുല്യം സ്ഥാനമാനവൻ ഇസ്ലാം നൽകുന്നത്. അതെ, പെണ്ണിന്റെ വേദനകൾ അറിയാൻ, പെണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ ലോകത്തെ പഠിപ്പിച്ചു ശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു കാലഘട്ടമുണ്ടായിരുന്നു ലോകത്തിന്റെ മുന്നിൽ, ഒരു പിതാവിനോട് തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആ പെൺകുഞ്ഞിനെ ജീവനോടുകൂടി ചുട്ടുപെടുത്ത് കിടക്കുന്ന മണൽപ്പരപ്പിൽ കുഴിച്ച് മൂടിക്കളയുന്ന പിതാക്കന്മാരുടെ കാലഘട്ടം. അന്ന് പെണ്ണിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു വനിതാ വിമോചന വേദിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് പെണ്ണിന്റെ പരിപൂർണ്ണ നഗ്ന ശരീരത്തെ പരസ്യ പലകകളിൽ പ്രദർശിപ്പിക്കാൻ, അതെ, സമരമുറകളുമായി രംഗത്ത് വരുന്നവരുണ്ടായിരുന്നില്ല. പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ പോലും കളങ്കപ്പെടുത്തി പൊതുനിരത്തിൽ ചുംബന സമരങ്ങൾ നടത്തി അണിയറയിൽ 11ഉം 12ഉം വയസ്സുള്ള പാവപ്പെട്ട പെൺകിടാങ്ങളെ മറ്റാർക്കോ കൊത്തുപൊളിക്കാൻ വലിച്ചെറിഞ്ഞു കൊടുത്ത ഒരു പശുപാലനം ഉണ്ടായിരുന്നില്ല. പെൺകുഞ്ഞ് ജീവനോട് കുഴിച്ചു മൂടുമ്പോൾ എന്തുകൊണ്ടാണ് മക്കളെ നിങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കപ്പെട്ടില്ലെങ്കിലും നാളെ ചോദിക്കപ്പെടുമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ വിമോചനത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകർ, ആരെങ്കിലും 3 പെൺമക്കളെ പോറ്റി വളർത്തി നല്ല നിലയിൽ അവളോട് പെരുമാറി അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി നല്ല വിദ്യാഭ്യാസവും മര്യാദയും അവർക്ക് കൊടുത്താൽ ഈ 3 പെൺമക്കൾ കാരണം മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകർ ഈ പ്രവാചകരാണോ? ഈ ഇസ്ലാമാണോ പെണ്ണിന് സമാധാനവും അവകാശവും കൊടുത്തില്ല എന്ന് പറഞ്ഞത്? ആണിനേക്കാൾ 3 ഇരട്ടി പവർ പെണ്ണിന് കൊടുത്തു ഇസ്ലാം. ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളും മഹത്വവും മൂല്യവും പെണ്ണിന് കൽപ്പിച്ചു ഇസ്ലാം. ആ മഹത്വത്തിന്റെ പേരിൽ, ആ മൂല്യത്തിന്റെ പേരിൽ, ആ വിലയുടെ പേരിൽ, ആ ബഹുമാനത്തിന്റെ പേരിൽ ആണിനില്ലാത്ത സെക്യൂരിറ്റിയും നൽകി ഇസ്ലാം പെണ്ണിന്. മഹത്വം കൂടുന്നതിനനുസരിച്ച് സെക്യൂരിറ്റി കൂടും. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാന്യനായ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി വരികയുണ്ടായി. അദ്ദേഹം വന്നിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്ക് ചെയ്തു. അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ, അതിന്റെ മുമ്പിൽ ഒരു ഹെലികോപ്റ്റർ, അതിന്റെ പുറകിൽ ഒരു ഹെലികോപ്റ്റർ. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തിലെ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്, അദ്ദേഹത്തിന് മഹത്വമുണ്ട്, അദ്ദേഹത്തിന് മൂല്യമുണ്ട്. സ്ഥാനവും മഹത്വവും മൂല്യവും കൂടിയപ്പോൾ സെക്യൂരിറ്റിയും കൂടി. ആണിനേക്കാൾ 3 ഇരട്ടി മഹത്വമുണ്ട് പെണ്ണിന്. അപ്പൊ സെക്യൂരിറ്റി കൂടും. ചുമ്മാ ഇങ്ങനെ വഴിയിലൂടെ ഇറങ്ങി നടക്കലും എപ്പോഴും കൂടെ ഒരു മഹ്റം ഉണ്ടായിരിക്കണം.
പെണ്ണിന് മഹത്വമുണ്ട്. അതുകൊണ്ട് കണ്ടവന്റെ ഒക്കെ കാമം കത്തുന്ന കണ്ണുകൊണ്ട് കൊത്തി വലിക്കാൻ ഇട്ടുകൊടുക്കരുത്. ആ ശരീരം മറക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടോ? ഏത് മാർഗമാണ് നിനക്ക് ഈ അവകാശം നൽകിയത്? പെണ്ണേ, നിന്റെ ശരീരത്തിന് വിലയുണ്ട്. പെണ്ണേ, നിന്റെ സൗന്ദര്യത്തിന് വിലയുണ്ട്. പെണ്ണേ, നിന്റെ പാതിവൃത്യത്തിന് വിലയുണ്ട്. അതുകൊണ്ട് ആ വില അംഗീകരിച്ച് ശരീരം മറക്കപ്പെടട്ടെ. ശരീരം മറക്കപ്പെടട്ടെ. നമ്മൾ ഇവിടെ ഈ ഒരു ഗ്ലാസ് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയി. ഈ ഗ്ലാസ് ഇവിടെ ഇരിക്കും. സ്റ്റേജ് അഴിക്കാമെന്നവര് ഈ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെക്കും. അതവിടെ ഇരിക്കും. വിലയില്ല, ആർക്കും ആവശ്യമില്ല. നേരെ മറിച്ചൊരു സ്വർണമാലയാണെങ്കിൽ സദസ്സ് തീർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് കയ്യിലെടുക്കും. വിലയുള്ളതാണ്, നഷ്ടപ്പെടരുത്. അതിലും അപ്പുറം ഒരു വൈരക്കല്ലാണ് എങ്കിൽ ഇവിടെ വെക്കൂല, പോക്കറ്റിൽ ഇടൂല. എന്റെ വീട്ടിൽ അലമാരക്കുള്ളിൽ, പ്രത്യേകം ലോക്കറിനുള്ളിൽ, അതിനുള്ളിൽ പെട്ടിക്കകത്ത്, അതിനുള്ളിൽ പ്രത്യേകം കോട്ടനും പഞ്ഞിയും തുണിയും വെച്ച് അതിന്റെ ഉള്ളിൽ ഞാൻ വെക്കും. വിലയുള്ളത് കൊണ്ട്. ഇസ്ലാം പറഞ്ഞു, പെണ്ണിങ്ങനെ ഗ്ലാസിന്റെ വിലയുള്ളതല്ല, ഇങ്ങനെ ആട്ടി ആട്ടി നടക്കാൻ സ്വർണത്തിന്റെ വിലയുള്ളതല്ല. പെണ്ണ് വൈരമാണ്, വൈഡൂര്യമാണ്, അതിലും അപ്പുറമാണ്. അതുകൊണ്ട് മറച്ചു വെക്കുന്നു. ഇത്രയും സ്ഥാനം ഇസ്ലാം പെണ്ണിന് നൽകിയെങ്കിൽ ഈ ഇസ്ലാമാണോ പെണ്ണിന് മഹത്വമില്ല എന്ന് പറയുന്നത്? ഈ ഇസ്ലാമാണോ പെണ്ണിന് അവകാശം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്? പിന്നെ ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ പോസ്റ്ററൊക്കെ അടിച്ചിറക്കി ഇറങ്ങുക. സത്യസരണി പോലെയുള്ള ഇസ്ലാമിക ദഅ്വ കേന്ദ്രങ്ങളുടെ ഉള്ളിൽ 100 പെൺകുട്ടികൾ ഇങ്ങനെ തളയ്ക്കപ്പെട്ട് കിടക്കുക. അപ്പൊ ക്യാമറയും മൈക്കും TV എല്ലാം കൂടെ ആയിട്ട് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം പഠിച്ചിട്ടാ വന്നത്. ഒരു ക്രൈസ്തവ പോലീസ് ഉദ്യോഗസ്ഥന, ക്രിസ്ത്യാനിയായ സഹോദരനാ വന്ന് ചോദ്യം ചെയ്തേ. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ നീ ബൈബിളൊക്കെ പഠിച്ചിട്ടുണ്ടോ? പെണ്ണ് പറഞ്ഞു, പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ നീ മുസ്ലിമായേ? അവള് തിരിച്ചു ചോദിച്ചു, സാറ് ബൈബിള് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മുസ്ലിം ആകാത്തെ? ഞാൻ ബൈബിള് പഠിച്ചിട്ടാ മുസ്ലിമായത്, ഞാൻ ബൈബിൾ അറിഞ്ഞിട്ടാ മുസ്ലിമായത് എന്ന് പറഞ്ഞാൽ ആ പെണ്ണുൾപ്പെടെ ഇന്നും സത്യസരണിയുടെ ഉള്ളിൽ ഇസ്ലാമിന്റെ മധുവും മാധുര്യവും അറിഞ്ഞു നിൽക്കുന്ന സഹോദരിമാരെല്ലാവരും പറയുന്നു, ഇസ്ലാമാണ് ഞങ്ങൾക്ക് സ്ഥാനം നൽകിയത്, ഇസ്ലാമാണ് ഞങ്ങൾക്ക് മഹത്വം നൽകിയത്. എന്നിട്ടിപ്പോ എന്താ, ഇപ്പൊ എല്ലാവരും കൂടെ ഒറ്റക്കക്ഷിയായി ലവ് ജിഹാദ് എന്ന ഒരു പടക്കം പിന്നെടുത്തോണ്ട് കുറെ പൊട്ടിക്കാൻ നോക്കി, എല്ലാം ചീറ്റിപ്പോയി, വിജയിക്കുന്നില്ല. സൗഹാർദ്ദത്തിന്റെ സന്ദേശമുള്ള കേരളത്തിന്റെ മണ്ണിൽ ഹൈന്ദവ മുസ്ലിം മാനവ മനസ്സുകൾക്കിടയിൽ ഈ വർഗീയതയുടെ പൊട്ടാത്ത പടക്കം വീണ്ടും കൊണ്ടുവന്നേക്കുക. ഇപ്പൊ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങി. ജാഗ്രതാ സന്ദേശം, ജാഗ്രതാ സന്ദേശം. പ്രേമിച്ചിപ്പോ കൊണ്ടുവരും. എന്താ പടച്ചോരെ അവസ്ഥ? ചിന്തിച്ചു നോക്കണേ. മുസ്ലിം ചെറുപ്പക്കാര് കുറെ പേര് മുടിയൊക്കെ ഒന്ന് ചീകി, താടിയൊക്കെ ഒന്ന് ഒതുക്കി, ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, ഒരു ജീൻസും ഒക്കെ എടുത്തിട്ട് ഒരു ബുള്ളറ്റിൽ കയറി ഇങ്ങനെ കറങ്ങി നടന്നാൽ അവനെ കാണുന്ന ഹൈന്ദവ ഹിന്ദു സഹോദരിമാരൊക്കെ അവന്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവന്മാർക്കില്ലാത്ത എന്തോക്കെ ഇത് മുസ്ലിം ചെറുപ്പക്കാർക്കുണ്ടെന്ന് പറയാതെയെങ്കിലും കൂട്ടര് സമ്മതിച്ചു. അവർക്കില്ലാത്തൊരാണത്തം മുസ്ലിമുകൾക്കുണ്ട് എന്ന് സമ്മതിച്ചു. നമ്മളൊന്ന് ചിന്തിക്കണം, എന്ത് മോശമായ ഒരു പ്രചരണമാണിത്. കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങോട്ട് വന്നാൽ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചത് മുസ്ലിം പ്രസ്ഥാനങ്ങളല്ല. കേരളത്തിന്റെ മണ്ണിൽ ഫോൺ നമ്പർ കൊടുത്ത് മിസ് കോളിലൂടെ മെമ്പർഷിപ്പ് നേടാൻ പറഞ്ഞത് മുസ്ലിം പ്രസ്ഥാനങ്ങളല്ല. പത്രമാധ്യമങ്ങളിൽ പ്രേമിച്ച് വശീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് മുസ്ലിം പ്രസ്ഥാനങ്ങളല്ല. അതാര് പറഞ്ഞു എന്ന് വ്യക്തമായി കേൾക്കുന്നവർക്കറിയാം. ഈ നാണം കത്തിയ മാറിയ കളികൾക്ക് ആരാണ് കൂട്ടുനിന്നത് കേട്ടു നിൽക്കുന്നവർക്കറിയാം. എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമിന് ഗതികേട് വന്നിട്ടില്ല, ഇസ്ലാമിനാഗതികേട് വന്നിട്ടില്ല. അറിയുമോ നിങ്ങൾക്ക് ചരിത്രം? പ്രവാചകന്റെ കാലഘട്ടം അങ്കുലി പരിമിതമായ മുസ്ലിമുകൾ മാത്രമാണ്. ഒരു ഭാഗത്ത് കൊടിയ പീഡനങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ആ അവസ്ഥകൾ നേരിടുമ്പോഴും പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് മുസ്ലിമാകണമെന്നും പറഞ്ഞുകൊണ്ട് ചില പെൺകുട്ടികൾ കടന്നു വന്നു. സാധാരണ പെൺകുട്ടികളല്ല. അന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തിന്റെ വീട്ടിലെ പെണ്ണുങ്ങളാ വന്നേക്കുന്നേ. ജില്ലാ പ്രസിഡന്റിന്റെ മോള് വന്നേക്കാം മുസ്ലിമാണോ എന്ന് പറഞ്ഞിട്ട്. ചിന്തിച്ചോക്കെ,
മുസ്ലിം ആകണമെന്നും പറഞ്ഞ് ചിലപ്പോ നമ്മൾ ചിന്തിക്കണം, പ്രേമിച്ചു മുസ്ലിമാക്കാന്നല്ല പറയുന്നേ. ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? അപ്രകാരം ചില പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് കടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോൾ വെറും അങ്കിലി പരിമിതമായ മുസ്ലിമുകളെ സാക്ഷി നിർത്തി വിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യസൂക്തം ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന വല്ലാഹു അഅലമു ബിഈമാനിഹിന്ന ഫഇൻ അലംതുമൂഹുന്ന മുഅ്മിനാത് ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ അവരുടെ നാടും വിട്ട് വീടും വിട്ട് കുടുംബവും വിട്ട് മുസ്ലിം ആകണമെന്ന് പറഞ്ഞു വന്നാൽ ഉടൻ തന്നെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട. പിന്നെന്താ? ഫംതഹിനൂഹുന്ന. ഖുർആൻ ഇന്നുണ്ട്. 1400 മുമ്പ് വന്ന ആയത്ത് ലോകാവസാനം വരെയും നിൽക്കും. വിഷമം തോന്നി ഒരു ക്രൈസ്തവ സഹോദരൻ അതിങ്ങനെ ഖുർആൻ ഓതിട്ട് പറയാ, ലവ് ജിഹാദിന് ഖുർആനിൽ പോലും ആയത്തുണ്ടെന്ന്. എന്തേ? ഖുർആൻ മുഴുവനും പഠിച്ച ആൾക്ക് ഈ ആയത്ത് കിട്ടിയില്ലേ? ഖുർആൻ പറയുന്നു, ആരെങ്കിലും പെണ്ണുങ്ങൾ മുസ്ലിം ആകണമെന്നും പറഞ്ഞു വന്നാൽ ഫംതഹിനൂഹുന്ന, ഫംതഹിനൂഹുന്ന, അന്വേഷിക്കണം. കല്യാണം കഴിക്കാൻ വന്നതാണോ? പണം കിട്ടാൻ വന്നതാണോ? പേരിനും പ്രശംസിക്കും വേണ്ടി വന്നതാണോ? ഇതൊക്കെ അന്വേഷിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാനോ പണത്തിനോ ഒക്കെ വന്നാണ് വിട്ടേക്കണം. അങ്ങനെ പ്രേമിച്ച ഒരാളെ ഇസ്ലാമിന് ആവശ്യമില്ല. പേരിനും പ്രശസ്തിക്കും ഒരാളെ ഇസ്ലാമിന് ആവശ്യമില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്, ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്. ഇനി അവർ വന്നത് ഇസ്ലാമിനെ അറിഞ്ഞ് പഠിച്ച് വ്യക്തമായ രീതിയിൽ അല്ലാഹുവിനെ അറിഞ്ഞ് പ്രവാചകരെ അറിഞ്ഞ് ഖുർആനിനെ അറിഞ്ഞ് അങ്ങനെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അവർ വന്നതെങ്കിൽ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. ഏതൊക്കെ വർഗീയ പരിവാരങ്ങൾ കൊടിപിടിച്ച് ഹാലളകി കാലളകി ദഅവാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിയാലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. പാടില്ല പ്രവാചകരെ, പാടില്ല വിശ്വാസികളെ, ഇസ്ലാമിനെ അറിഞ്ഞു വന്ന പെൺകിടാങ്ങളെ നിങ്ങൾ വലിച്ചെറിയാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. ഈ ആശയവും ആദർശവുമുള്ള ആൺകുട്ടികളായ ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് ജീവനോടെയുള്ളിടത്തോളം കാലം ഇസ്ലാമിക ദഅവാ കേന്ദ്രങ്ങളിൽ കൈകടത്തുവാനോ അക്രമങ്ങൾ അഴിച്ചുവിടുവാനോ ഇൻഷാ അല്ലാഹ് ഒരിക്കലും അനുവാദം നൽകുന്നതല്ല. കാരണം വിശുദ്ധ ഖുർആനാ ഞങ്ങളെ പഠിപ്പിച്ചത്. പ്രേമിച്ചോ കല്യാണം കഴിക്കാനോ വന്ന വിട്ടേക്ക് ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കി വന്നയാണോ ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. നിയമപരമായി അവരെ ഞങ്ങൾ സംരക്ഷിക്കും. അവർക്ക് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ഞങ്ങൾക്ക് അതിന് അനുവാദം നൽകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാണോ? എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കലാണോ? പ്രവാചക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഈ പ്രവാചക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളിലേക്ക് അധിക ഗ്രന്ഥങ്ങളിലും ആദ്യത്തെ ഹദീസ് എന്താ സംഭവം? പ്രവാചകരുടെ അനുയായികളൊക്കെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവാ. അതിലൊരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, എനിക്ക് നിന്നെ ഒന്ന് കല്യാണം കഴിക്കണം. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ മദീനത്തേക്ക് പോവാ, ഞാനും മദീനത്തേക്ക് വരാം, എങ്കിൽ അവിടെ വന്നിട്ട് കല്യാണം നടത്താം. പ്രവാചകരുടെ കാതുകളിൽ ഈ വാർത്ത എത്തി. പ്രിയപ്പെട്ട പ്രവാചകർ പിടിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഇല്ല, ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനത്ത് വന്നെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചു പൊക്കോണം. അള്ളാഹുവും റസൂലുമായിട്ട് അവർക്കൊരു ബന്ധമില്ല, ഇസ്ലാമുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. അതാണ് ഖുർആൻ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അങ്ങനെ ഒരു പ്രേമബന്ധത്തെ അനുവദിക്കുന്നില്ല. ഒരു അന്യയായ പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നതിലും നല്ലത് നിന്റെ തലയോട്ടിയിലേക്ക് ഇരുമ്പാണി അടിച്ചിറക്കലെന്ന പ്രവാചകർ പഠിപ്പിച്ചത്. ഒരു ബ്ലൂ കളർ ഹുണ്ടായി കാറ് KL 40C 2230 KL 40C 2230 ഹുണ്ടായി ബ്ലൂ കളർ കാറ് അവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആളുകൾ ഇതിനിടയിലുണ്ട് എങ്കിൽ, ഈ ശബ്ദം കേൾക്കെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാഹനം ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ അതിനെ തടഞ്ഞു. ഇസ്ലാമിന് അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു അന്യയായ പെണ്ണിന്റെ ശരീരത്തിലൊന്ന് സ്പർശിക്കുന്നതിലും നല്ലത് തലയോട്ടിയിൽ ആണി അടിച്ചിറക്കലെന്നാ പഠിപ്പിച്ചേ. ഒരു അന്യയായ പെണ്ണിന്റെ ശരീരത്തേക്കും മുഖത്തേക്കൊന്നും നോക്ക പോലും ചെയ്യരുത്. അതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു അന്യയായ പെണ്ണിന്റെ ശരീര സൗന്ദര്യങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചാൽ, അതിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചാൽ 14 സെക്കൻഡ് ഒന്നും പ്രവാചകൻ അനുവദിച്ചില്ല. 1 സെക്കൻഡ് ഒന്ന് കണ്ടു, അതിനപ്പുറം വീണ്ടും ഒന്ന് നോക്കി നിന്ന് ആസ്വദിച്ചാൽ നാളെ അള്ളാഹിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കണ്ണിലേക്ക് ഒഴിക്കും. അതുകൊണ്ട് കുഞ്ഞുമക്കളെ വെറുതെ നോക്കുക, ഒന്ന് നോക്ക പോലും ചെയ്യരുത്, ഒന്ന് തൊടുക പോലും ചെയ്യരുത്, ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമാണോ പ്രേമിച്ചു കൊണ്ടുവരുന്നവർ പറയുന്നത്? അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അറിയണം, ഇസ്ലാമിനെ നിങ്ങൾ അറിയണം, ഇസ്ലാമിലേക്ക് നിങ്ങൾ അടുക്കണം. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അൽഹംദുലില്ലാഹ് എത്രയോ മാനവ മക്കൾ കടന്നു വരികയാണ്. ഒരു ഭാഗത്ത് ജാക്കിർ നായിക്കിനെ പോലെ സംവേദനക്ഷമതയോടുകൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ പ്രബോധകന്മാർ വേദഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ശാസ്ത്ര സത്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ത്യയുടെ മണ്ണിൽ വ്യക്തമായ രീതിയിൽ ഇസ്ലാമിനെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയ ഡോക്ടർ ജാക്കിർ നായിക്ക് പോലെയുള്ള ദഅ്വാ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നവർ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് തടയിടാൻ വേണ്ടി നാട്ടി വന്ന ഉടനെ പ്രബോധകന്മാർ നേരിടേണ്ടിവരുന്ന പ്രശ്നമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് തരണം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ തടയിടാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുവാനും ഇസ്ലാമിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട ആയിരക്കണക്കിന് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുവാനുമുള്ള തടയിടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും തമിഴ്നാട്ടിന്റെ മണ്ണിൽ 250 കുടുംബം മൂടൊടിഞ്ഞു വന്നു ഇസ്ലാമിലേക്ക്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഏതവൻ ശ്രമിച്ചാലും ഇസ്ലാമിനെ അല്ലാഹു പരിപൂർണമാക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ലൗ ജിഹാദം കഴിഞ്ഞപ്പോ പുതിയൊരു കണ്ണുരുട്ടി ജിഹാദ് ഇറങ്ങിപ്പോ കണ്ണുരുട്ടി കാണിച്ച് എന്താ സഹോദരങ്ങളെ ഇത്? എന്ത് വിഡിത്തം അങ്ങോട്ട് പുലമ്പുക, എന്ത് വിഡിത്തം അങ്ങോട്ട് പറയുക. കണ്ണുരുട്ടി കാണിച്ചിട്ട് മുസ്ലിമാക്കോ, എന്താ ഒരു പരിപാടിയാ? കണ്ണുരുട്ടി കാണിച്ചിട്ട് മുസ്ലിമാക്കുക. ചരിത്രങ്ങളെ വസ്തുതകളെ മാറ്റി നിർത്താൻ പറ്റുമോ? ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ വക്താക്കളുണ്ട്. ഇബോൺ റിട്ടി എന്ന മാധ്യമ പ്രവർത്തക ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാ? മറിയം ജമീല എന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാ? നമ്മൾ കണ്ടില്ലേ മാസങ്ങൾക്ക് മുമ്പ് ലോകമറിയപ്പെട്ട ഒരു വലിയ ബോക്സിംഗ് താരമായ ക്ലേഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയ്ക്ക് വേണ്ടി ബോക്സിംഗ് റിംഗിലെ ഇതിഹാസമായി മാറിയ ക്ലേഷ്യസ് ക്ലേ ഒരുപാട് മെഡലുകളും വാങ്ങിക്കൊണ്ട് തന്റെ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ തൊലികറുത്തതിന്റെ പേരിൽ, കീഴാളനായതിന്റെ പേരിൽ, അവർണനായതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ സവർണ ഭീകരവാദികളിൽ നിന്ന് അവർണ മക്കൾ പേരെന്ന പോലെയുള്ള പീഡനങ്ങൾ അമേരിക്കൻ നാടുകളിൽ നിന്ന് അതേ ക്ലേഷ്യസ് ക്ലേ പോലെയുള്ള മനുഷ്യൻ നേരിടേണ്ടി വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ റെസ്റ്റോറന്റിലേക്ക് കടന്നു ചെന്ന ക്ലേഷ്യസ് ക്ലേ എന്ന ലോകമാദരിക്കുന്ന മനുഷ്യനെ കറുത്തവനെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ തനിക്ക് കിട്ടിയ മെഡലുകളും മുഴുവനും തടാകങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. അല്ലയോ മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരാളിൽ നിന്ന് പെണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരത്രേ. അതുകൊണ്ട് ഒരാൾക്കും മറ്റൊരാളുടെ മേൽ മേൽക്കൈമയില്ല എന്ന വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ അറിഞ്ഞു ഇസ്ലാമിലാണ് പരിപൂർണ മനുഷ്യത്വം എന്നറിഞ്ഞ് ക്ലേഷ്യസ് ക്ലേ മുസ്ലിമായില്ലേ, മുഹമ്മദ് അലിയായില്ലേ, ലോകം സാക്ഷി നിന്നില്ലേ? ഒരേ സമയം 14,000-ഓളം മുസ്ലിമുകൾ ക്ലേഷ്യസ് ക്ലേയുടെ മയ്യത്ത് നിസ്കാരത്തിൽ ഒരേ സമയം പങ്കെടുത്തുവെങ്കിൽ നാം തിരിച്ചറിയണം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ വിമോചന സന്ദേശങ്ങളിലൂടെ ആ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അതല്ലാതെ ആരും കണ്ണുരുട്ടിയുമല്ല, ആരും കണ്ണടിച്ചിട്ടുമല്ല.
ആരും അങ്ങനെ ചെയ്തിട്ടൊന്നുമല്ല. അറിയുമോ സഹോദരങ്ങളെ, അൽഹാജ് മലിക്കുൽ ഷബാസ് എന്ന മനുഷ്യനെ അറിയുമോ? ഒരുപക്ഷെ ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പരിചയമുണ്ടാകില്ല. 6-ാമത്തെ വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ടു, 13-ാമത്തെ വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടു, മോഷണ കുറ്റത്തിന് വേണ്ടി പിടിക്കപ്പെട്ട് ജയിലുകളിൽ പോലും കിടന്ന് തികച്ചും ഒരു വലിയ ഗുണ്ടയാകാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ അവസാനം ലോകത്തെ സ്വാധീനിച്ച അമേരിക്കക്കാരൻ എടുത്തു പറയപ്പെടേണ്ടുന്ന മാൽക്കം എക്സ് എന്ന മഹാനായ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായെങ്കിൽ ആ മാൽക്കം എക്സ് എന്ന മനുഷ്യനെ സ്വാധീനിച്ചു ഇസ്ലാം. അൽഹാജ് മലിക്കുൽ ഷബാസ് എന്ന പേരിൽ ഇസ്ലാമിലേക്ക് വന്നു. മാൽക്കം എക്സ് അൽഹാജ് മലിക്കുൽ ഷബാസായി മാറിയത് ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാണ്? ഒന്ന് പറയണം. അറിയില്ലേ മൈക്ക് ടൈസൺ എന്ന ബോക്സറെ? ആ മൈക്ക് ടൈസൺ ലോകത്തറിയപ്പെട്ടത് ഭൂലോകത്തുള്ള ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന സ്ഥാനപ്പേരാ മൈക്ക് ടൈസണ് കൊടുത്തത്. എതിരാളിയുടെ മൂക്കിന്റെ വാലം നിർദാക്ഷിണ്യം ഇടിച്ചു തകർക്കുന്ന, ചെവി പോലും കടിച്ചു പറിക്കുന്ന മൈക്ക് ടൈസൺ, ലഹരിക്കടിമപ്പെട്ട് ജീവിതം തൊലയ്ക്കാൻ വിധിക്കപ്പെട്ടിരുന്ന മൈക്ക് ടൈസൺ ഇന്ന് അൽഹാജ് മലിക് അബ്ദുൽ അസീസ് എന്ന പേരിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നെങ്കിൽ മൈക്ക് ടൈസനെ ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാ? മൈക്ക് ടൈസനെ ആര് ലവ് ജിഹാദിലൂടെ കടത്തിക്കൊണ്ടുവന്നതാ? ഇങ്ങനെ എത്രയോ വസ്തുതകൾ മുന്നിലുണ്ട്. മലയാള സാഹിത്യത്തിന്റെ മാണിക്കക്കല്ലായ മാധവിക്കുട്ടിയില്ലേ, തൃശൂരിന്റെ മണ്ണിൽ പുന്നയൂർക്കളം എന്ന പ്രദേശത്തിൽ നാലപ്പാട്ട് കുടുംബത്തിൽ പിറന്നു വീണ മാധവിക്കുട്ടി വിശുദ്ധമായ ഖുർആൻ 20 വർഷം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ അന്നേ ഞാൻ മുസ്ലിമാകുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വന്ന കമലാസുരയ്യ എന്ന മാധവിക്കുട്ടി, ആ കമലാസുരയ്യെ ആര് കണ്ണുരുട്ടി കാണിച്ചിട്ടാ ഇസ്ലാമിലേക്ക് വന്നത്? നാം തിരിച്ചറിയണം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു മാനവിക സന്ദേശമുണ്ട്. ഇന്നലെ വരെ ദളിതനായി ജീവിച്ചവൻ, ഇന്നലെ വരെ കീഴാടനായി ജീവിച്ചവൻ, ഇന്നലെ വരെ പുലയനായി ജീവിച്ചവൻ ഇന്നിന്റെ രാത്രി ഇസ്ലാമിലേക്ക് വന്നാൽ നാളെയുടെ പകലിൽ അവനെ ഒരു ദളിത് മുസ്ലിം എന്ന നിലയിൽ കാണില്ല. അവനൊരു മുസ്ലിം തന്നെയാണ്. എല്ലാ മുസ്ലിമുകൾക്കുമുള്ള അവകാശം അവനുണ്ട്. ജാതീയതയില്ല ഇസ്ലാമിൽ, വർഗീയതയില്ല ഇസ്ലാമിൽ. മനുഷ്യനായി കാണുന്ന ഒരു സന്ദേശം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഏതോ ചില നാൽക്കാല മൃഗങ്ങളുടെ പേര് പറഞ്ഞ് ദളിത് മക്കളുടെ വസ്ത്രാക്ഷേപം നടത്തി അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയുടെ മരുമണ്ണില് മക്കയിലെ ഏറ്റവും വിലയുന്ന നീഗ്രോ അടിമയായ ബിലാൽ ഇബ്നു റവാഹ എന്ന നീഗ്രോ അടിമയില്ലേ, ആ നീഗ്രോ അടിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഏതൊരു കഅബയുടെ ചാരത്ത് കിടന്നാണോ ആ നീഗ്രോ അടിമയായ ബിലാൽ പീഡനങ്ങൾ അനുഭവിച്ചത്, അവസാനം അതേ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി ഇസ്ലാമിന്റെ വിജയപേര് മുടക്കാൻ അവസരം കൊടുത്തു. ലോകവിശ്വാസ സമൂഹത്തെ കൊണ്ട് സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാൽ എന്ന് വിളിപ്പിച്ച വിശ്വവിമോചകൻ മുത്തൊലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇസ്ലാം അത് മാനവിക മൂല്യങ്ങളുടെ ഇസ്ലാമാണ്. അത് മനുഷ്യനായി കാണുന്ന ഇസ്ലാമാണ്. അതുകൊണ്ട് ഇനി തന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി പറയട്ടെ, ഇസ്ലാമിനെ നിങ്ങൾ അറിയണം, ഇസ്ലാമിലേക്ക് നിങ്ങൾ അടുക്കണം. അതിനുവേണ്ടി കവാടങ്ങൾ തുറന്നിടുകയാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ മാർഗങ്ങൾ പലതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ അതിനുവേണ്ടിയുള്ള സർവ്വ സഹായങ്ങൾ, ഏതോ വർഗീയതയുടെ കൊടി പിടിച്ച് ആര് വന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ ഇസ്ലാമിനെ വ്യക്തമായി പരിചയപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന ഇന്ത്യ രാജ്യത്തിന്റെ 20-ൽ പരം സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പണ്ഡിത പോരാളി സംഘം നിങ്ങളുടെ മുന്നിൽ ഇസ്ലാമിന്റെ കവാടം തുറന്നിടുകയാണ്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം നിങ്ങൾ പഠിക്കണം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രവാചകത്വ സങ്കല്പം നിങ്ങൾ പഠിക്കണം. അതേപോലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു പരലോക സങ്കല്പമുണ്ട്, അത് പഠിക്കണം. വിശുദ്ധ ഖുർആനെ പഠിക്കണം. സർവേശ്വരനായ, ഏകനായ, സർവലോക സംരക്ഷകനായ ദൈവം തമ്പുരാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ആ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സമയം അത്രയും ക്ഷമയോടുകൂടി ഈ എളിയ
വലിയ പ്രബോധകന്റെ ഈ പ്രബോധന ശബ്ദത്തെ കേൾക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും സർവ്വലോക സംരക്ഷകനായ അള്ളാഹു സന്മാർഗം കാട്ടിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, സർവ്വ പ്രശ്നങ്ങളും ഏകനായ സർവേശ്വരനായ തമ്പുരാൻ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഈ വിനീതനെയും എന്റെ സഹപ്രവർത്തകരെയും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിനെയും നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.